മാർക്കറ്റിംഗ് ഡസിൻ ഫീൽ ലൈക്ക് മാർക്കറ്റിംഗ് എന്നുള്ളൊരു ഇതായിട്ട്. അപ്പോ അതിൽ നമ്മള് മാനുവൽ ആയിട്ട് ഇപ്പൊ നമ്മള് ആ ഒരു നമ്മൾ സംസാരിക്കുന്ന അവർ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾക്ക് ഒന്നും കൂടി ഇത് കൂടുതലാണ്, ട്രസ്റ്റ് കൂടുതലാണ്. അപ്പോ നമ്മളെ ഫേസും നമ്മളെ സംസാരമാണെങ്കിൽ വളരെ നന്നാവും. ഇനി അതല്ല, ഇപ്പോ നമ്മളിപ്പോ അന്ന് ഗൂഗിൾ VO3 വെച്ച് ചെയ്ത പോലെ അങ്ങനെ ചെയ്യാം. ഇനി അതിനപ്പുറം ഇപ്പോ നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് മറ്റേ വോയിസ് ഓവർ കൊടുക്കുന്ന അതിന്റെ ഇതല്ലേ പറഞ്ഞത്? ഇപ്പൊ ഈ ഒരു സംഭവം ഞാൻ റെക്കോർഡ് ചെയ്യുന്ന ഒരു സംഭവം അല്ലേ പറഞ്ഞത്? ഇപ്പൊ എക്സാമ്പിൾ പറയാൻ നമ്മൾ അന്നത്തെ വീഡിയോ ഇല്ല, ഞാൻ നിങ്ങൾക്ക് അയച്ചു അതിന്റെ ആപ്ലിക്കേഷൻ എങ്ങനെ ആയിരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടില്ലേ ഒരു വോയിസ് കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ കുറെ നമ്മളിത് കുറെ പ്രൊഡക്റ്റ് വരുന്നുണ്ട്. അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ടൂൾ ഞാൻ ഇന്നലെ പറഞ്ഞു. ഇന്നലെ ഞാൻ പറഞ്ഞു, ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. അതില് ഇപ്പോ ടെക്സ്റ്റ് കൊടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടൂള് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ഇതുവരെ സ്ക്രീന് കാണുന്നുണ്ടോ? സ്ക്രീന് കാണുന്നുണ്ടോ? സ്ക്രീന് കാണുന്നുണ്ടോ? ഓക്കെ ഓക്കെ. കേൾക്കുന്നില്ല ശരിക്ക്? കാണുന്നുണ്ട്. ഇപ്പം കേൾക്കുന്നുണ്ട്, നേരത്തെ കട്ടായിരുന്നു. ഇപ്പം കേൾക്കുന്നുണ്ട്. ഇവിടെ വന്നിട്ട് naraki.com എടുക്കുക. ഇതൊരു AI ടൂളാണ്. ഇവിടെ നമ്മള് ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുത്ത് പിന്നെ ടെക്സ്റ്റ് ടു സ്പീച്ച് കാണാം. ഓക്കെ. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാല് നമുക്കിവിടെ മലയാളം ഉണ്ട്. മലയാളം എടുക്കുക. സ്ക്രീനിൽ നോക്കിക്കോളി. അപ്പൊ ഇവിടെ ഇപ്പൊ മലയാളം സെലക്ട് ചെയ്തു. ഇവിടെ ഈ വോയിസ് എന്നുള്ളടത്ത് കുറെ വോയിസ് ഉണ്ട്. അതായത് പുരുഷന്മാരുടെ, ആണുങ്ങളുടെ വോയിസും പിന്നെ പെണ്ണുങ്ങളുടെ വോയിസും ഇതൊക്കെ ആയിട്ട്. ഇപ്പൊ അജയ് എന്നുള്ള വോയിസ് നമ്മൾ പ്ലേ ചെയ്ത് നോക്കി കഴിഞ്ഞാല്, ഒരു സെക്കൻഡ്, നിങ്ങൾക്ക് ഓഡിയോ കേൾക്കുന്നുണ്ടാവും. ഞാൻ ഓഡിയോ ഒന്ന് ഷെയർ ചെയ്തിട്ട്. 4 നദികളാണ് കേരളത്തിലുള്ളത്. അവയിൽ 4 ഒന്നും പടിഞ്ഞാറോട്ടൊഴുകുന്നു. കബനി, ഭവാനി, പാമ്പാർ എന്നീ 3 നദി. ഇപ്പൊരു സ്ത്രീയുടെ വോയിസ് ആണ്. 4 നദികളാണ് കേരളത്തിലുള്ളത്. അവയിൽ 44 എന്ന് പറയുന്നത് 44 എന്നൊക്കെ പറയാം. അങ്ങനത്തെ ചെറിയൊരു ഇതൊക്കെ. ഭവാനി, പാമ്പാർ. ഓക്കെ, ഞാൻ ഒന്നുകൂടി ക്ലിയർ ആക്കി തരാം. 44 നദികളാണ് കേരളത്തിലുള്ളത്. അവയിൽ 41 പടിഞ്ഞാറോട്ടൊഴുകുന്നു. ഇതിപ്പോ ഒരു സാമ്പിൾ എന്നുള്ള രൂപത്തിലാണ്. ഇനി നമുക്ക് ഇവിടെ മലയാളത്തിൽ കൊടുക്കുന്നുണ്ട്. നമ്മൾ മുന്നേ മലയാളത്തിൽ ഉള്ള ടൂള് പഠിച്ചിരുന്നല്ലോ, കുട്ടി പെൻസിൽ എന്നുള്ള, അതെടുക്കുക. കുട്ടിപ്പെൻസിൽ ./Google എന്നുള്ള. ഞാൻ ഇപ്പൊ ഇവിടെ ഒരു ടെക്സ്റ്റ് മലയാളത്തില് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പോ ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യാണ്. ഓക്കെ. എന്നിട്ട് ഇതിൽ വന്നിട്ട് പേസ്റ്റ് ചെയ്തു. ഇത് ഇപ്പോ നമ്മള് പെയ്ഡ് അല്ല, ഇത് ഫ്രീ ആണ്. അതായത് ഇപ്പൊ നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത് ഇതൊരു ട്രയൽ എന്നുള്ള രൂപത്തിലാണ്. അപ്പോ ഇതിന് ചെറിയ കുറച്ച് ഇതുണ്ട്, ലിമിറ്റേഷൻ ഉണ്ട്. ഏകദേശം ഒരു 22 സെക്കൻഡ് അങ്ങനത്തെ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് ഇവിടെ പേസ്റ്റ് ചെയ്തിട്ട് ഇപ്പൊ നമുക്ക് ഏത് ആളുടെ, ഇപ്പൊ പെണ്ണിന്റെ ആണോ ആണിന്റെ ആണോ സൗണ്ട് ഇത് വേണ്ട വെച്ചാൽ അത് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യും, ക്രിയേറ്റ് ഓഡിയോ കൊടുക്കുക. ഓക്കെ. അപ്പൊ ആ ഒരു ഓഡിയോ ക്രിയേറ്റ് ആയിട്ട് വരും. അതായത് ടെക്സ്റ്റ് ടു സ്പീച്ച് എന്നുള്ള രൂപത്തിൽ. അപ്പൊ ഓഡിയോ റെഡിയായി. ഓക്കെ. ഇത് പ്ലേ ചെയ്ത് നോക്കി കഴിഞ്ഞാല്, വേണ്ട എന്ന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് തോന്നിയാൽ പിരിഞ്ഞു പോകാൻ, പരസ്പര സമ്മതത്തോടെ ഒഴിവാകാനുള്ള പക്വത ഇപ്പോഴും മലയാളിക്ക് വന്നിട്ടില്ല. പിന്നെ നാട്ടുകാർ എന്തു വിചാരിക്കും എന്ന ചിന്തയും. പിന്നെ പെൺകുട്ടികൾ എന്തെങ്കിലും പറഞ്ഞാൽ അവർ കൊടുത്തത് നമ്മള് ആ ഒരു ഇതിലായിട്ട് വന്നു. ഇതൊന്ന് കോപ്പി ചെയ്ത് വെക്കുക. അപ്പൊ ന്യൂ ഓഡിയോ എടുക്കുക. ഇവിടെ
പേസ്റ്റ് ചെയ്യാം. ഇനിയിപ്പോ വേറൊരു ഓഡിയോ ഇട്ടിട്ട് നമുക്കൊരു ഉമയുടെ ഓഡിയോ ഇട്ട് നോക്കാം. എന്നിട്ട് ക്രിയേറ്റ് കൊടുത്ത് നോക്കാം. ജസ്റ്റ് പ്ലേ ചെയ്തു. വളാഞ്ചേരിയിലെ അൽബൈക്ക് ഫ്രൈഡ് ചിക്കൻ സൂപ്പറാ, എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങളും ഓർഡർ ചെയ്തോ? അദ്ദേഹം എന്റെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുകയും തുടർന്ന് ഞങ്ങളുടെ ആബിക് കൺസ്ട്രക്ഷൻസ് കേരളത്തിൽ ഉടനീളം പ്രൊജക്ടുകൾ ചെയ്യുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. കാരണം ഞങ്ങളാണ് കേരളത്തിലെ ഏറ്റവും വലിയ കൺസ്ട്രക്ഷൻ കമ്പനി. ഞങ്ങൾ നല്ല സേവനം ഉറപ്പുതരുന്നു. ഈ രൂപത്തിൽ ഇങ്ങനെ വരും. ഇപ്പൊ ഇവിടെ ഈ ABC കൺസ്ട്രക്ഷൻ എന്നുള്ളത് വേറെന്തോ ഇതായിട്ടാ പറഞ്ഞത്, അബുക്ക് കൺസ്ട്രക്ഷൻ അങ്ങനത്തെ ഇതായിട്ടാ പറഞ്ഞത്. അങ്ങനെ ചെറിയൊരു ഇതൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മൾ അവിടെ ക്ലിയർ ചെയ്ത് കൊടുത്ത് ഇതാക്കണം. സപ്പോസ് നമ്മള് ഈ ഒരു സംഭവം മലയാളത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോ ഇതുണ്ടാവും. അത് വളാഞ്ചേരിയിലെ അൽബൈക്ക് ഫ്രൈഡ് ചിക്കൻ സൂപ്പറാ, എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങളും ഓർഡർ ചെയ്തോ? അദ്ദേഹം എന്റെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുകയും തുടർന്ന് ഞങ്ങളുടെ ABC കൺസ്ട്രക്ഷൻസ് കേരളത്തിൽ ഉടനീളം പ്രൊജക്ടുകൾ ചെയ്യുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. കാരണം ഞങ്ങളാണ് കേരളത്തിലെ ഏറ്റവും വലിയ കൺസ്ട്രക്ഷൻ കമ്പനി. ഞങ്ങൾ നല്ല സേവനം ഉറപ്പുതരുന്നു. ഒരു ഇതുണ്ടാവും, നമ്മളൊരു എന്താ പറയാ, ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഒരു ഇതുണ്ടാവും. അതിന് നല്ല ഇപ്പൊ നമ്മള് സാധാരണ നമുക്ക് എപ്പോഴും ഏറ്റവും ബെസ്റ്റ് ആളുകൾക്ക് ഒരു ഇത് തോന്നുന്ന വെച്ചാൽ നാച്ചുറൽ ആയിട്ടുള്ള ഒരു സംസാരത്തിലെ ഒരു ഇതായിട്ടാണ്. അപ്പോ നിങ്ങൾക്ക് ഇപ്പൊ അത് മുഖം കാണിക്കാൻ അല്ലെങ്കിൽ ഫേസ് കാണിക്കാൻ ഇതില്ല എന്നുണ്ടെങ്കിലാണ് ഞാൻ ആ ഒരു സംഭവം പറഞ്ഞത്. അതായത് നമ്മളെ വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് കൊടുത്താലും മതി. അപ്പൊ കുറച്ചും കൂടി ഇതാവും. ഇതിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ എനിക്ക് തോന്നുന്നു അതായിരിക്കും എന്നാണ്. ഇനിയിപ്പോ നിങ്ങൾക്ക് വോയിസ് കാണിക്കാൻ മടിയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഫേസ് കാണിക്കാൻ, പിന്നെ ഫേസ് കാണിച്ചാൽ നമുക്ക് ഒന്നുകൂടി ആളുകൾക്ക് ഇത് കൂടുക. അതാണ് അതിന്റെ ഒരു പോസിറ്റീവ് വശം. അപ്പോ ഇത് നോക്കി നോക്കി ഇതിലിങ്ങനെ ചെയ്യാൻ, അതായത് ഇപ്പോ ഇവിടെ ഫ്രീ ആയിട്ടുള്ള കുറച്ച് ഇതുണ്ട്. എത്ര 20 പിന്നെ ക്രെഡിറ്റ് എന്തൊക്കെ ഉണ്ട് വരുന്നത്. അപ്പോൾ ഇതെല്ലാത്തിലും ഓരോ ക്രെഡിറ്റ് പിന്നെ എന്നുള്ള രൂപത്തിലുണ്ട്. ഇവിടെ പ്രൈസിങ് എടുത്ത് അറിയാൻ പറ്റും. ഇപ്പോൾ പിന്നെ ഇപ്പൊ നമ്മൾക്ക് വരുമ്പോൾ പെർ മിനിറ്റ് എന്നുള്ള രൂപത്തിലാണ്. ഇപ്പൊ 30 മിനിറ്റിന് 16 രൂപ പെർ മിനിറ്റ് ആയിട്ട് വരും. പിന്നെ ഒരു മിനിറ്റിന്റെ ഒരു ഓഡിയോ ഇതാക്കണമെങ്കിൽ 16 രൂപ കൊടുക്കണം. അത് ആ 16 രൂപ കൊടുത്തു വെച്ചിട്ട് ഇപ്പൊ നമുക്ക് ചിലപ്പം ഫുള്ളായി ശരിയായി കിട്ടിക്കൊള്ളണം എന്നൊന്നുമില്ല. ചിലപ്പോൾ നമ്മൾ അടുത്ത ഒരു 16 കൂടി ചിലവാക്കേണ്ടി വരും. കാരണം ചില സമയത്ത് അതിൽ എറർ അല്ലെങ്കിൽ അങ്ങനത്തതൊക്കെ വരും. നമ്മൾ വിചാരിച്ച ഒരു സംഭവം ചിലപ്പോൾ അതിൽ ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് ഇത്രയൊന്നും പൈസ ചെലവില്ല. ഫോൺ എടുക്കുക, റെക്കോർഡ് ചെയ്യുക, പോസ്റ്റ് ചെയ്യുക, എഡിറ്റ് ചെയ്യുക, പോസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് കുറെ പ്രൊഡക്റ്റ് ഇതുണ്ടാവുമല്ലോ. ജസ്റ്റ് ഓരോ ദിവസം ഓരോ ഇതെന്ന് ചെയ്താൽ മതിയല്ലോ. ചെയ്തു തുടങ്ങിയെന്നേ. അല്ല, ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് അങ്ങനെ ഇതായിട്ട് പോകും. പിന്നെ നാളെ പിന്നെ ചെയ്യാ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ തോന്നിയിട്ട്. ഈ വോയിസ് റെക്കോർഡിംഗ് ഇത് ക്ലിയർ ആയി. ഈ വോയിസ് റെക്കോർഡിന് നല്ല ഇതിൽ നമ്മളിത് ചേഞ്ച് ചെയ്യാനുള്ള എന്തെങ്കിലും സോഫ്റ്റ്വെയർ ഉണ്ട്? അങ്ങനെ എങ്ങനെ ചെയ്യാന്? നമ്മളിപ്പോ വോയിസ് ഇതുപോലെ ഇങ്ങനെ പറഞ്ഞിട്ട് റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ടൂണും കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട്. മനസ്സിലായില്ല. നമ്മളിപ്പം ഒരു
ആപ്ലിക്കേഷനെ കുറിച്ചിട്ട് പറയാണ്. പറയുമ്പോൾ അതിൽ സൗണ്ടും മറ്റുള്ള ഇത് നല്ല രീതിയിൽ എന്തെങ്കിലും എഫക്റ്റ് കൊടുക്കാനല്ലോ. അതില് ഇപ്പൊ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന ഇതിൽ ചെയ്താൽ മതിയല്ലോ, മറ്റേ ഇൻഷോട്ടില്. എങ്ങനെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ല. നമ്മളിപ്പോ വോയിസ് കൊടുക്കുമ്പോൾ ചിലപ്പോൾ സൗണ്ടിൽ എന്തെങ്കിലും വേരിയേഷൻ വരികയാണെങ്കിൽ അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല, സൗണ്ടിന്റെ വോളിയം മറ്റിലും കേൾക്കുമ്പോൾ സൗണ്ടിൽ എങ്ങനെ വേരിയേഷൻ വരുന്നത്? നമ്മള് ഒരു എഫക്റ്റ് കൊടുക്കാന്നില്ലല്ലോ ചില എന്താ പറയാ, അതിലൊന്നും കുറിച്ച് നിങ്ങൾ ആലോചിക്കേ വേണ്ട. നിങ്ങൾ ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് വെക്ക്. നിങ്ങള് ഫുള്ളി എന്താ പറയാ പ്രൊഫഷണൽ ആയിട്ട് അങ്ങോട്ട് ചിന്തിക്കല്ലേ. നിങ്ങൾ ആദ്യം ഒരു വീഡിയോ ഉണ്ടാക്കിയിടേ. ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഒരു ഓഡിയോ ക്വാളിറ്റി, അതിനൊരു മൈക്ക് ഉണ്ടാവുക എന്നുള്ള ബേസിക് കാര്യമാണ്. അതിപ്പോ നമ്മളെ ബജറ്റിനനുസരിച്ചിട്ട് ഇപ്പൊ ഞാനിപ്പോ ഈ ഉപയോഗിക്കുന്ന ഈ മൈക്ക്, ഇത് ഞാൻ ഒരു കൊല്ലം മുമ്പ് വാങ്ങി. അന്ന് 15,000 റുപ്യാണ്, 16,000 റുപ്യ. ഇന്ന് അത് 20,000 റുപ്യക്കണം ഇപ്പോ. കാരണം ഇതിന് ഭയങ്കര ഡിമാൻഡ് ആയിട്ട്. പക്ഷെ ഇത്രയൊന്നും ഉണ്ട് ഒരു പിന്നെ നിങ്ങളിപ്പോ ഒരു സ്ഥലത്ത് ഇരുന്നിട്ടുള്ള വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ 700 കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇതുപോലെ വയേർഡ് ആയിട്ടുള്ള മൈക്ക് കിട്ടും. നല്ല ക്വാളിറ്റിയുള്ള സംഭവങ്ങളുണ്ട്. ഇനി അതെല്ലാം വയർലെസ് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു 3,000-4,000 റുപ്യ ചെലവായി കഴിഞ്ഞാൽ അതും കിട്ടും. അപ്പോ നല്ലൊരു റൂം, വയർലെസ് മൈക്ക്, നല്ലൊരു റൂമിൽ നല്ലൊരു ലൈറ്റിംഗ് കൊടുത്ത് ഇതായി കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള വീഡിയോ കിട്ടും. പിന്നെ അവിടെ നമുക്ക് എഡിറ്റ് ചെയ്യുന്നിടത്ത് നമുക്ക് അതിന്റെ വോളിയം കൂട്ടാനും കുറക്കാനും ഉള്ള ഓപ്ഷൻ ഉണ്ട്. ഇനിയിപ്പോ അതെല്ലാം അവിടെ എന്തെങ്കിലുമൊക്കെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ ഇത് കൊടുക്കണമെങ്കിൽ അതിനൊക്കെ ഓപ്ഷൻ ഉണ്ട്. അല്ലാതെ ഇപ്പൊ വേറെ അതിലേക്ക് ഭയങ്കര ഇപ്പോ എഫക്റ്റ് വീഡിയോക്ക് എഫക്റ്റ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഈ അഡോബ് പ്രീമിയറിലെ അങ്ങനത്തെ വമ്പൻ സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യേണ്ടി വരും. നല്ല ഭയങ്കര എഡിറ്റേഴ്സിനൊക്കെ വെച്ചിട്ട്. പക്ഷെ അതിലേക്കൊക്കെ നമ്മൾ പോണതിന്റെ മുന്നേ പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രൂപത്തിൽ നമ്മൾ ജസ്റ്റ് തുടങ്ങുക. അല്ലെങ്കിൽ അത്യാവശ്യം പിന്നെ എന്താ പറയാ ക്വാളിറ്റിയിൽ ചെയ്യാൻ ഇതന്നെ ധാരാളമാണ്, ഒരു ഫോൺ തന്നെ ധാരാളമാണ്. പിന്നെ ഇപ്പൊ ക്യാമറയും മറ്റുള്ള സംഭവങ്ങളും ഭയങ്കര സെറ്റപ്പ് സ്റ്റുഡിയോ ഒക്കെ വെച്ച് ചെയ്യുമ്പോൾ എഡിറ്റേഴ്സും ഇതൊക്കെ നമുക്ക് അതിനുള്ള ബജറ്റും കൂടി ഉണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഞാനിപ്പോ ചെയ്യുന്ന വീഡിയോസ്, ഇപ്പൊ ഞാനിപ്പോ ഇന്നലെ ചെയ്തൊരു വീഡിയോ ആണ് ഈ കാണുന്നത്. ഇത് ഞാന് ദുബായിൽ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഏത് ബിസിനസ് ആണെങ്കിലും മാർക്കറ്റിംഗ് ഇല്ലാതെ മുന്നോട്ട് പോകില്ല, ശരിയല്ലേ? പ്രത്യേകിച്ച് ഈ കാലത്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ സോഷ്യൽ മീഡിയാസ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ടിക്ടോക്ക്, ലിങ്ക്ഡിന്. അത്യാവശ്യം ഇവിടെ ലൈറ്റ് കൊടുത്തിട്ട് ഇതാക്കിയിട്ട്, അത് കാരണം എനിക്ക് ഇവിടെ നല്ലൊരു ഇതുണ്ട്. പിന്നെ ഈ എഡിറ്റ് ചെയ്യുന്നതിന്റെ സംഭവം ഇതിപ്പോ ഫോണിൽ ചെയ്യാവുന്ന സംഭവമാണ്. ആ രൂപത്തില് നമ്മൾ ചെയ്തെടുത്തു എന്ന് മാത്രം. ജസ്റ്റ് ഒരു ഇരുന്ന് കഴിഞ്ഞപ്പോ നമുക്ക് എന്താണ് ഒരു അരമണിക്കൂറിന്റെ പണി പോലും ഇല്ല ഈ എഡിറ്റ് ചെയ്യാന്. പിന്നെ ഈ സംഭവം ഇപ്പോ വീഡിയോ എടുക്കാൻ ചിലപ്പോൾ നമുക്കിപ്പോ പറഞ്ഞ സംഭവം ചിലപ്പോൾ ഒന്നുകൂടി റീടേക്ക് ഇതാക്കേണ്ടി വരും. പക്ഷെ ഒന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കൊരു ആദ്യം തന്നെ ഒരു സ്ക്രിപ്റ്റ് കാര്യങ്ങൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതൊക്കെ പിന്നെ അത്ര റിസ്ക് ഇല്ലാതെ പറയാൻ പറ്റും. നമുക്ക് ചിലപ്പോൾ മറക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളാണ് വരിക. പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് എന്താണ്, നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, ആ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയേ വേണ്ടുള്ളൂ. നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നും കാണിക്കാനോ അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ഒരു സർവീസിനെ കുറിച്ചിട്ട് പറയണം, അല്ലെങ്കിൽ ഒരു പിന്നെ പ്രോബ്ലത്തെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഇതിനെ കുറിച്ച് പറയാണ്. പക്ഷെ നിങ്ങൾക്ക് ഒരു സംഭവം കാണിക്കാനുണ്ട്. ഇപ്പോ ഈ ഒരു പ്രോഡക്റ്റ്, ഇത് ഞാൻ ഈ ഒരു ഹോളി ലാൻഡിന്റെ മൈക്കാണ്, ഇതൊരു കോംബോ പാക്കാണ്. ഇതിന് വരുന്നത് പറഞ്ഞു കഴിഞ്ഞാല് 16,000 രൂപയാണ് ഇതിന് വരുന്നത്. അപ്പൊ ഇതിൽ വരുന്ന സംഭവങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഒരു USB കണക്ടർ ഉണ്ട്, പിന്നെ ഒരു ഐഫോണിന്റെ കണക്ടർ ഉണ്ട്, പിന്നെ നമുക്ക് ക്യാമറയിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു അഡാപ്റ്റർ ഉണ്ട്. അതിനൊപ്പം 2 മൈക്കും ഉണ്ട്. ഈ 2 മൈക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് നോയിസ് ക്യാൻസലേഷൻ ഇതൊക്കെ ഉള്ള സംഭവമാണ്. പിന്നെ ഇതൊരു ചാർജ് ചെയ്യാനുള്ള ചാർജ് അതിന്റെ പിന്നെ ഇത് കാണിക്കുന്ന ഒരു സംഭവമുണ്ട്. പിന്നെ നമുക്ക് USB ചാർജിങ് ആണ് വരുന്നത്. ഇതിനൊരു പൗച്ച് ഉണ്ട്. ഇപ്പൊ ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓർഡർ ചെയ്യാം. താഴെ കാണുന്ന നമ്പറിൽ ഓർഡർ ചെയ്യാം.
അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ സംഭവങ്ങൾ വരുന്നത്. നല്ലൊരു മൈക്കാണ്. ഈ രൂപത്തിൽ നമ്മൾ പ്രസന്റ് ചെയ്യണമെന്നുള്ളൂ. ഒരു പ്രൊഡക്റ്റ് നമ്മളെ കയ്യിലുണ്ട്, അതിനെക്കുറിച്ച് പറയാം. ആവശ്യമുള്ളവർക്ക് ഓർഡർ ചെയ്യാന്നുള്ള നമ്മൾ താഴെ നമ്പറിൽ കൊടുക്കുക. അതങ്ങോട്ട് പോസ്റ്റ് പിന്നെ നമ്മൾ അതിന്റെ ഇടയിൽ ഇപ്പൊ എന്തെങ്കിലും ലാഗിങ്ങോ അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങൾ വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കട്ട് ചെയ്ത് കളയാം. അന്ന് ഞാൻ ഇതിൽ കാണിച്ചെന്ന പോലെ. പിന്നെ എന്ത് ചെയ്യാം, ഇതുപോലെ ഇപ്പോൾ ആ ഒരു പ്രൊഡക്റ്റിന്റെ സംഭവം വെക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഇതായിട്ട് ഇപ്പൊ ഒരു അധികവും ഈ ഒരു രൂപത്തിലുള്ള ഒരു സംഭവമായിട്ടാണ് അധികം ആളുകളും ചെയ്യുന്നത്. ഈ പിന്നെ സംഭവത്തില് എന്ത് ചെയ്യാം, ഈ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണതിന്റെ ഒപ്പം ഇതിപ്പോ ഒരു ചെറിയൊരു സ്ക്രീനിൽ ഇങ്ങനെ കൊടുക്കുക. ഇതിലിപ്പോ ഞാനിപ്പോ വാട്സപ്പിനെല്ലാം നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. പ്ലേ ചെയ്യുമ്പോൾ സ്ഥിരമായിട്ട് അതിന്റെ വീഡിയോസ് മുകളിൽ അതുമായി റിലേറ്റഡ് ആയിട്ട് ഒരു വിഷ്വൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, എന്നാൽ നമുക്ക് ഈ പ്രൊഡക്റ്റിന്റെ ഒരു വിഷ്വൽ വേറെ ആയിട്ട് ജസ്റ്റ് നിങ്ങൾ പേജിൽ എന്തെങ്കിലും ഇത് പോസ്റ്റ് ചെയ്തുകൊണ്ട് കാര്യം. ഞാൻ ആരാണ് ഇതൊക്കെ പറയുന്നത് ഇങ്ങനെ കാണിക്കുന്ന ഒരു ഷാഫി, ഞാനൊരു കോൺവെർസേഷണൽ മാർക്കറ്റിംഗ് എക്സ്പെർട്ട്. അപ്പൊ എന്ത് ചെയ്യാം, നമ്മൾ പറയുന്നതിന്റെ ഒപ്പം ആ ഒരു വിഷ്വൽ ഇവിടെ വേണമെങ്കിൽ കൊടുക്കുകയും ചെയ്യാം. അങ്ങനെ ചെയ്യാവുന്നുള്ളൂ. അത് ഇനീഷ്യലി ഈ രൂപത്തിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ വെച്ചാല് കുറച്ച് എക്സ്പെൻസ് മറ്റു കാര്യങ്ങൾ കുറക്കാൻ പറ്റും എന്നുള്ളതാണ്. അല്ല നിങ്ങൾക്ക് പിന്നെ നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസ് ഉണ്ടെങ്കിൽ ഇപ്പൊ ഒരു ക്യാമറ അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങൾ യൂണിറ്റ് ഒക്കെ ഇതാക്കിയിട്ട് ചെയ്യാം. അല്ലെങ്കിൽ അങ്ങനത്തെ ചെയ്തു കൊടുക്കുന്ന ആളുകളുണ്ട്. ഇപ്പോ ഈ ഫോൺ ഉപയോഗിച്ച് ഐഫോൺ ഒക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന പയ്യന്മാരുണ്ട്. ഒരു വീഡിയോക്ക് എത്ര 1000, 1500 അങ്ങനത്തൊക്കെ ചാർജ് ചെയ്തിട്ടൊക്കെ. പിന്നെ അതിനേക്കാൾ ബഡ്ജറ്റുള്ള കാര്യങ്ങളും ഇതൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ഒരു ഇത് തന്നെ ധാരാളമാണ്. ഒരു നല്ലൊരു മൈക്ക് ഉണ്ടായാൽ വളരെ ഓഡിയോ നല്ലതായിട്ട് ഇതാക്കാൻ പറ്റും. പിന്നെ ഒരു ലൈറ്റും കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു 1000, 1500 കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ലൈറ്റും കിട്ടും. ആ ലൈറ്റും നിങ്ങളിപ്പോ പുറത്തൊന്നും അധികം പോണില്ലല്ലോ. ഇനിയിപ്പോ പുറത്ത് പോകണ്ടെങ്കിൽ തന്നെ കാറുമ്പോഴുള്ള ഒരു സംഭവങ്ങളും ഇതൊക്കെ കാണിച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ ഇതായിരിക്കും. എന്നാലും പുറത്തത് വെളിച്ചങ്ങളും കാര്യങ്ങളൊക്കെ ഇതുണ്ടാവുമല്ലോ. അപ്പോ ഉള്ളില് ആണെന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് കാണിച്ചിട്ടുള്ള നല്ലൊരു ലൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ ഇവിടെ എന്താണ്, ഇവിടെ ഒരു ഫ്രണ്ടിൽ ഒരു ലൈറ്റ് വെച്ചിട്ടുണ്ട്. ഞാൻ എന്താ 2 കൊല്ലം മുന്നത്തെ വാങ്ങിയ ലൈറ്റ് ആണ്. അന്ന് 1500 എന്തൊക്കെയാണ്. ഇപ്പോഴും ഉണ്ട് ഇതേ ഉള്ള സംഭവങ്ങൾ ഇതൊക്കെ ആയിട്ട്. അപ്പൊ എന്താ വെച്ചാൽ നമുക്കൊരു ഫിക്സഡ് ആയിട്ടൊരു ഇത് കിട്ടും. ഇനി അല്ലാന്നുണ്ടെങ്കിൽ റൂമിൽ വേറെ രൂപത്തിലുള്ള ഇപ്പോൾ നമ്മള് വാട്ട് കൂടിയ LED അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ലൊരു സംഭവമാണ്. പക്ഷെ LED ഇതൊക്കെ ആകുമ്പോൾ കുറച്ചൊരു നിഴലടിക്കുന്ന രൂപത്തിലായിരിക്കും. ഇത് ചെയ്തു തുടങ്ങി എന്നാലേ ഒരു ഇത് കിട്ടുള്ളൂ. ക്ലിയർ ആയോ? ഇതൊക്കെ ഇന്നലെ എടുത്തായിരിക്കും. ഇന്നലെ ഞാൻ ഉണ്ടായിരുന്നില്ലല്ലോ. ഇത് ഇന്നലെ എടുത്താണ്. പക്ഷെ ഇന്നലെ അത് റെക്കോർഡ് ചെയ്യാൻ ഒരു എന്താ പറയാ പിന്നെ ഇത് സ്റ്റക്കായിട്ടും അങ്ങനെ ഇതൊക്കെ പാടായിട്ട് റെക്കോർഡിങ് ഒരു ഇതായില്ല. അപ്പോ ഇത് ഇന്നലെ ഇതായിരുന്നു. വേറെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മള് ഹേജൻ പറഞ്ഞിട്ടൊരു ടൂൾ ഉണ്ട്. പക്ഷെ അതിൽ മലയാളമൊന്നുമില്ല. അതും ടെക്സ്റ്റ് ടു സ്പീച്ച് ആണ് വരുന്നത്. ഇപ്പൊ നമുക്ക് എന്താണോ ടെക്സ്റ്റ് വേണ്ടത് ആ ഒരു സംഭവം കൊടുത്തിട്ട് ഇതേപോലെ തന്നെ ഇത് കുറച്ചുകൂടി സിമ്പിൾ ആണെന്ന് മാത്രം. ഇവിടെ ഇപ്പൊ നമുക്ക് അമേരിക്കനിലെ ഇത് എന്നുള്ള രൂപത്തിൽ ഇപ്പൊ ഹിന്ദി കൊടുക്കാം. നമുക്ക് ഈ ഒരു മലയാളത്തിലുള്ള സംഭവം കൊടുത്ത് ഹിന്ദി കൊടുക്കുക. അത് ഒരു ഇതുണ്ടാവില്ല. ഇത് മലയാളം ഓൾറെഡി ഇവിടെ സെറ്റ് ആയിട്ട് വരുന്നുണ്ട്. വർക്ക് ചെയ്യുന്നില്ല. നിങ്ങൾ എത്ര പ്രൊഡക്റ്റ് ഉണ്ടാവും? കുറെ പ്രൊഡക്റ്റ് ഉണ്ട് നമ്മുടെ അടുത്ത്. ഒരു 100 ഉണ്ടാവും. അതില് ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ടാവുമല്ലോ. അതൊക്കെ ഫസ്റ്റ് ചെയ്യുന്നത്. കാരണം ഡിമാൻഡുള്ള ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടത് ആവശ്യം വരുള്ളൂ. അപ്ലിക്കേഷനോ മറ്റേ ഇത് ഇതിന്റെ അതെ വർക്ക്ഷോപ്പിൽ ജോലി എടുക്കുന്നത്
കാറിൽ തേക്കുന്നത് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ തേക്കുന്നത് ആയിട്ടുള്ള. അത് അങ്ങനത്തെയൊക്കെ ആ, വേണ്ടി ആ, വരും. ആ. അതുപോലെ ഇപ്പൊ നിങ്ങളെ കസ്റ്റമേഴ്സ് ഉപയോഗിക്കുന്നവരത് പിന്നെ അല്ലെങ്കിൽ ഷോപ്പില് അവരുടെ ഇത് ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ അവരും ആ ഒരു സംഭവം തേക്കുന്ന വീഡിയോ, ഇങ്ങനെയൊക്കെ കുറെ സംഭവങ്ങള് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പ്രൊഡക്റ്റ് തന്നെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ നിങ്ങൾക്ക്. അത് വെച്ച് കണ്ടന്റഡ് ക്രിയേറ്റ് ചില ചെയ്യാം. ആപ്ലിക്കേഷൻ എനിക്ക് അറിയില്ല. ഏത് ആ ചില പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ് എങ്ങനെ എങ്ങനെ? യൂസ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത ആൾക്കാരുണ്ടാവും. ആ, ആ, ആ. ഇയാൾക്കൊക്കെ അങ്ങനെ വീഡിയോ അയച്ചു കൊടുക്കാമല്ലോ. അതെ, അതെ. അത് ഈ ഒരു വീഡിയോ പറഞ്ഞാൽ എന്നും നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പോ ആ ഒരു പ്ലാറ്റ്ഫോമിൽ ഇടുന്ന അത് ആളുകൾ അങ്ങനെ കണ്ടു തുടങ്ങും. പ്രത്യേകിച്ച് കാറുമായി ബന്ധപ്പെട്ട് തന്നെ നല്ല വ്യൂ കാര്യങ്ങൾ ഇതൊക്കെ വരുന്ന ഒരു സംഭവമാണ്. ഇപ്പൊ ഞാൻ മുമ്പ് നമുക്കൊരു ചെറുതായിട്ടൊരു പരിചയമുള്ള ഒരാളെ ഞാൻ കാണിച്ചത്. ഇവിടെ എന്തോ ഒരു ഇത് ഇവിടെ ഉണ്ട്. എന്താണ് വീൽ കാർട്ട്, കോഴിക്കോടുള്ളതാണ് ഇവര് ഈ കാറിന്റെ അലോയി കാര്യങ്ങള് എന്തൊക്കെ കുറെ സംഭവങ്ങളൊക്കെ ഇവനാണ് ഇതിന്റെ ആള്. ഇവര് ആദ്യം ഓരോ വ്ളോഗറൊക്കെ വെച്ചിട്ട് വീഡിയോ ചെയ്യായിരുന്നു. പിന്നെ സ്വയം വീഡിയോ ചെയ്യാന് വന്നു. അപ്പൊ അവര് സ്വയം വീഡിയോ ചെയ്യാം. പക്ഷെ ആരോ നന്നായിട്ട് എടുത്തു കൊടുക്കുന്നുണ്ട്. പിന്നെ കുഴപ്പമില്ലാത്ത രീതിയിൽ എഡിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒന്നുമില്ല, ഇതിപ്പോ എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ അതില് ജസ്റ്റ് ആ ചെയ്യുന്ന സംഭവമൊക്കെ നമുക്ക് എടുക്കാവുന്ന. ഇത് എടുക്കുന്നൊരു സംഭവമാണ് കുറച്ചൊരു ഇതായിട്ട് വരുന്നത്. ആദ്യത്തെ നമുക്ക് വീഡിയോസിൽ അതിന്റെ ഒരു ഐഡിയ കിട്ടിക്കോളുന്നില്ല. പിന്നെ ഇതുപോലുള്ള വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ഇത് കിട്ടും. ഇപ്പൊ കണ്ടത് പറയുന്നു, അതിന്റെ ശേഷം ആ ഒരു സംഭവം കുറച്ച് സൂം ആയിട്ട് ആ ഒരു ഇതായിട്ട് കാണിക്കുന്നു ഈ രൂപത്തിൽ. ഇനി അതല്ല ഇത് പിടിച്ചിട്ട് അല്ലെങ്കിൽ അത് കാണിച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഇതൊക്കെ രൂപത്തിൽ ഇതാവാം. ഇപ്പൊ ഇതിന്റെ ഒപ്പം അങ്ങനെ ഇപ്പോ ഇവരെ ഈ ഒരു മാറ്റ് ബ്ലാക്കിൽ നമ്മുടെ അടുത്ത് വന്നിട്ടുള്ളൊരു ഡിസൈൻ ആണ്. ആകെ 10,000 ഫോളോവേഴ്സ് ഇട്ടുള്ളൂ. പക്ഷെ ഓരോ വീഡിയോക്കും നല്ല ഇത് വരുന്നുണ്ട്. പല ജില്ലകളിൽ നിന്നായിട്ട് ഒരുപാട് പേര് ഇവിടെ വന്നിട്ട് വണ്ടികളിൽ ഇങ്ങനെ കയറ്റി കൊണ്ടുപോകാണ് കേട്ടോ. അലോവീൽസിന് വേണ്ട കപ്പുകൾ കേട്ടോ, സെന്ററിൽ വരുന്ന കപ്പുകൾ എല്ലാം ഇപ്പൊ അടുത്ത് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ അതായിട്ട് ഒരു 2 മാസം വന്നിട്ടായിട്ടുള്ളൂ. അപ്പോ ചെയ്തു തുടങ്ങി, എന്നാലേ ഒരു ഇത് കിട്ടുള്ളൂ. പിന്നെ ഇതിൽ വരുന്ന ഒരു സംഭവം വേറൊരു ഇതാണ് ഈ ഹേജൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം. ഇതില് നമുക്ക് പിന്നെ ഇതാണ് ഇതില് കുറെ ഇത് പെയ്ഡ് ടൂളാണ്. ശരിക്ക് കാണിച്ച് അവതാറല്ലേ വോയിസ്. വീഡിയോ
ഇന്നലെ ഞാൻ കുറച്ച് ചെയ്തത് കാണുന്നില്ലല്ലോ. ന്യൂ എൻ്റെ ഫ്രീ ഫ്രീ പ്ലാൻ തീർന്നു പോയി. ഇതില് ടെക്സ്റ്റ് ടു സ്പീച്ച് എന്നുള്ളൊരു സംഭവമുണ്ട്. നമ്മൾ ഇതേപോലെ തന്നെ പക്ഷെ അതിൽ മലയാളമല്ല, ഇംഗ്ലീഷില് അതുപോലെ ഹിന്ദിയിലും, ഹിന്ദി, അറബി അങ്ങനത്തെ ഒരു 8-10 ഭാഷ മാത്രമേ ഉള്ളൂ വരുന്നത്. അപ്പോ ഇപ്പൊ സപ്പോസ് ഇംഗ്ലീഷ് രൂപത്തിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഒരു ടെക്സ്റ്റ് ടു സ്പീച്ച് എന്നുള്ളൊരു ഇത് കാണാം. പക്ഷെ ഇത് വരുന്നില്ല. തീർന്നു പോയി എന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് വരാത്ത തോന്നുന്നത്. ട്രാൻസ്ലേറ്റ് വീഡിയോ അതും ക്രിയേറ്റേഴ്സിന് മാത്രമേ അത് ഇതാവുന്നുള്ളൂ. പിന്നെ പെയ്ഡ് ഇത് വേണം. എല്ലാം ഉപയോഗിക്കണമെങ്കിൽ നല്ല പേയ്മെന്റ് ഉണ്ട് താങ്ങുന്നു. പിന്നെ ഓരോ AI ടൂളിനും ഇതായിട്ട്. അപ്പൊ അതൊക്കെ അതില് ഈ ഒരു സംഭവം നിങ്ങൾ ഉപയോഗിച്ചു നോക്കുക. അപ്പൊ ഈ ഒരു നെറാക്കീറ്റ്, പിന്നെ വേറെ AI ടൂള് ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പ് ഇപ്പൊ കുറച്ച് ഇത് സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ അല്ലെങ്കിൽ പോസ്റ്റർ എന്നുള്ള രൂപത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അഡ്വർടൈസ്മെന്റ് ചെറിയ രൂപത്തിൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ അതിന്റെ ഇതാണ് ഇപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നത്. മെറ്റ ആഡ് എന്നുള്ള ഇതായിട്ട് അതിൽ നമുക്ക് വരുമ്പോ പിന്നെ ഈ മെറ്റ ആഡ്സ് മാനേജർ എന്നുള്ളതിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് പെയ്ഡ് ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റ്, പെയ്ഡ് ആയിട്ടിലേക്ക് പോകുന്നതിന് മുമ്പാണ് ഇപ്പൊ നമ്മൾ എങ്ങനെയൊക്കെ നമുക്ക് ഓർഗാനിക് അല്ലെങ്കിൽ ഈ കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞത്. അപ്പോൾ വീഡിയോസ് തന്നെയാണ് മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളത്. അതിപ്പോ റീൽസ്, ഷോർട്സ് എന്നുള്ള രൂപത്തിൽ. ഇതിലിപ്പോ നമ്മൾ പ്രൊഡക്റ്റിന്റെ വീഡിയോ, പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നതായിട്ടുള്ള വീഡിയോ, ഉപയോഗിച്ചതിന്റെ അല്ലെങ്കിൽ റിസൾട്ട്, അങ്ങനെ അതായത് മുമ്പ് ഇപ്പൊ നിങ്ങൾ അയച്ചെന്ന ഒരു വീഡിയോ ഉണ്ടല്ലോ, ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്നുള്ളൊരു രൂപത്തിലുള്ളൊരു പോലെ, അതായത് ഗ്ലാസ്സിൽ പിന്നെ പൊടി അല്ലെങ്കിൽ അങ്ങനത്തെ ആ ഒരു വാട്ടർ മാർക്ക് എന്നുള്ള ഇതാവും, പിന്നെ ക്ലീൻ ചെയ്തെടുത്ത് അങ്ങനെ ക്ലീൻ ചെയ്യാത്ത കൊടുത്ത് ഇങ്ങനെയുള്ള രൂപത്തിൽ, അങ്ങനത്തെ രൂപത്തിലുള്ള വീഡിയോ, ഇങ്ങനെ കുറേ സംഭവങ്ങൾ ഇതാക്കാം. ഉപയോഗിച്ചുള്ള റിസൾട്ട്, അവർ പറയുന്ന ആ ഒരു സംഭവങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള വീഡിയോസ് മാക്സിമം ഉൾപ്പെടുത്തുക. അതില് ഇപ്പൊ നമുക്ക് എന്താണ്, ഏതെങ്കിലും പ്രൊഡക്റ്റ് കൂടുതൽ മൂവ്മെന്റ് ഉള്ള പ്രൊഡക്റ്റ്, അല്ലെങ്കിൽ ഇപ്പോ നിങ്ങളിപ്പോ എന്താ പറയാ, ഡിസ്ട്രിബ്യൂട്ടർ അല്ലെങ്കിൽ ഡീലറെ ഇതാക്കുന്ന ഇതാണെങ്കിൽ ആഡ് ഇതായി കൊടുക്കുക. അപ്പൊ എന്താ വെച്ചാൽ നമുക്ക് അവരുടെ കോണ്ടാക്ട് അല്ലെങ്കിൽ അവരുടെ സംഭവം കിട്ടി, അവരൊരു ആവശ്യക്കാരനാണ് എന്നുള്ള രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. അപ്പൊ നമുക്ക് അവരെ അപ്രോച്ച് ചെയ്യുമ്പോൾ കുറച്ചും കൂടി എളുപ്പം ഇതായിരിക്കും. കാരണം ഫസ്റ്റ് നമ്മളിപ്പോ അവരുടെ അടുത്ത് പോയിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് ഇങ്ങനെ ഉണ്ട് പരിചയപ്പെടുത്തണ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇതുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു സംഭവം പറയുന്നതിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ആവും നിങ്ങൾ ഇങ്ങനെ എൻക്വയറി നടത്തിയിരുന്നല്ലോ, ഏതാണ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഈ സംഭവം ഇതാണെന്ന് പറഞ്ഞിട്ട് പിന്നെ നമുക്ക് അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. കൂടാതെ നമ്മൾ ഇതിൽ പിന്നെ ഓൺലൈനായിട്ട് നമ്മൾ ആക്റ്റീവ് ആണ് എന്നും കൂടി കാണുമ്പോൾ കുറച്ചുകൂടി ഇത് കൂടും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പിന്നെ ഇതിൽ ആക്റ്റീവ് ആയിരിക്കാനും ഇതൊക്കെ പറയുന്നത്. ഇപ്പൊ നിങ്ങൾ ഓൺലൈൻ ബിസിനസ് ആണെങ്കിലും ഓഫ്ലൈൻ ബിസിനസ് ആണെങ്കിലും ഒക്കെ നമ്മൾ ഇത്രയും പ്ലാറ്റ്ഫോമുകൾ ആക്റ്റീവ് ആയിരിക്കുക. പിന്നെ എന്താ വെച്ചാല് ഈ ഒരു പ്രൂഫ് നമുക്ക് കാണിക്കാനുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ പ്രൊഡക്റ്റിന്റെ വീഡിയോസ് അല്ലെങ്കിൽ ഇത് കാര്യങ്ങൾ ഇതൊക്കെ ഷെയർ ചെയ്ത് നോക്കുമ്പോൾ ഇങ്ങനെയാണ് ഉപയോഗിക്കാറ്, ഇതാണ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഈ സംഭവം എന്നുള്ള രൂപത്തിലൊക്കെ.
അപ്പൊ അത് മാക്സിമം ചെയ്യാൻ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതിനുശേഷം പിന്നെ നമ്മൾ വരുന്നതാണ് ഈ മെറ്റ ആഡ്സ് മാനേജർ എന്നുള്ളത്, പെയ്ഡ് ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അതിപ്പോൾ നമുക്ക് ഫേസ്ബുക്ക് എടുക്കുക, നമ്മളെ പേഴ്സണൽ പ്രൊഫൈലിൽ ഇതാക്കി കഴിഞ്ഞാൽ പിന്നെ ഈ രൂപത്തിലായിരിക്കുമല്ലോ കാണുക. അപ്പൊ ഇതിന്റെ ഈ ഒരു സൈഡിൽ ഉണ്ടാവും ആഡ്സ് മാനേജർ എന്നുള്ളൊരു സംഭവം. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇതുപോലൊരു യൂസർ ഇന്റർഫേസ് ആയിട്ടായിരിക്കും വരും. നമുക്കൊരു ആഡ്സ് അക്കൗണ്ട് കാര്യങ്ങൾ ഇതൊക്കെ ആയിട്ട്. അപ്പൊ ആ ഒരു ആഡ്സ് അക്കൗണ്ടിന്റെ ഫസ്റ്റ് ഈ ഒരു രൂപത്തിലേക്ക് അതിന്റെ ഫസ്റ്റ് വ്യൂ വരുന്നത്. ഇതിൽ പോയി കഴിഞ്ഞപ്പോൾ അക്കൗണ്ട് ഓവർ വ്യൂ, നമ്മൾ ആ ഒരു അക്കൗണ്ടിനെ കുറിച്ചുള്ള ചെറിയ കുറച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഇതൊക്കെ കാണാം. ഇവിടെ അതിന്റെ ഒരു പിന്നെ സെറ്റിങ്സ് എന്നുള്ള രൂപത്തിൽ ഇത് കാണാം. ഓക്കെ, ഇതിലൊന്നും പ്രത്യേകിച്ച് വലിയ കാര്യങ്ങൾ ഇതായിട്ട് ഇതൊന്നുമില്ല. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ക്യാമ്പയിൻസ് ആണ് പിന്നെ വരുന്നത്. അതായത് എങ്ങനെ ഒരു ആഡ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള സംഭവമായിട്ട്. ഇതൊക്കെ ഇപ്പം നമ്മൾ ആഡുകളാണ്, പരസ്യങ്ങളാണ്, അല്ലെങ്കിൽ ക്യാമ്പയിനുകൾ എന്ന് പറയും. അപ്പോൾ അതിന്റെ മുമ്പായിട്ട്, ക്യാമ്പയിൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ളത് എന്താ വെച്ചാൽ, ഇപ്പോ ഇവിടെ ഈ ഒരു അഡ്വർടൈസിങ് സെറ്റിങ്സ് കാണാം. അപ്പോൾ നമ്മുടെ പേയ്മെന്റ് സെറ്റിങ്സ് അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ കൊടുക്കാനുള്ള സംഭവമുണ്ട്. ഇപ്പോൾ ആഡ് അക്കൗണ്ട് സെറ്റിങ്സ് എടുത്ത് ഇതായി കഴിഞ്ഞാൽ നമ്മളെ ഒരു പിന്നെ ബിസിനസിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഈ ഒരു കമ്പനിയുടെ പേര് അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങൾ, മെയിൽ ഐ ഡി, പിന്നെ ഫോൺ നമ്പർ തുടങ്ങിയ കാര്യങ്ങൾ, പിന്നെ എന്താ പറയാ, പേജുകൾ പറഞ്ഞപ്പോൾ നമ്മൾ ഇതാക്കുന്ന നമുക്ക് ആക്സസ് ഉള്ള പേജുകൾ ഇവിടെ കാണിക്കും. ഞാനിപ്പോൾ എൻ്റെ 2 പേജിലൂടെ ആക്സസ് ഉണ്ട്, അതിൻ്റെ ഇതാണ്. പിന്നെ പേയ്മെന്റ് സെറ്റിങ്സ് പറഞ്ഞിട്ട് കാണാം. അപ്പോൾ ജസ്റ്റ് സെക്കൻഡ്, ഇത് ഞാൻ പാസ്വേഡ് ലോക്കറാണ്, അപ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്ത് തരാം. ഈ രൂപത്തിലായിരിക്കും വരും. അപ്പോൾ ഈ സംഭവത്തിൽ ഇതിപ്പോ നമ്മളൊരു പ്രീപെയ്ഡ് അക്കൗണ്ട് എന്നുള്ള രൂപത്തിലാണ് ഇത് വർക്ക് ചെയ്യുക. അതായത് നമുക്ക് ഇതിൽ ഫണ്ട് ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഈ ഒരു പിന്നെ ബില്ലിംഗ് ആൻഡ് പേയ്മെന്റ്സ് വരുമ്പോൾ നമുക്ക് ഇവിടെ വെരിഫൈ ടാക്സ് ഇൻഫോ എന്നുള്ള ഒരു ബട്ടൺ കാണാം. അതില് നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ നമുക്കൊരു ബിസിനസ് അഡ്രസ്സ് കാര്യങ്ങൾ നേരത്തെ നമ്മൾ ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ടാകുന്നില്ല, ഫുള്ളായിട്ട് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഇല്ല. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ബിസിനസ് ഇൻഫോയിൽ കംപ്ലീറ്റ് കൊടുക്കാം. ഇത് ആദ്യം നിങ്ങൾക്ക് ഇതിലൊന്നും ഉണ്ടാവില്ല, അപ്പൊ ഇത് ഫില്ല് ചെയ്യാൻ വേണ്ടി പറയും മിക്കതും. അപ്പൊ ഇത് ഫില്ല് ചെയ്ത് കൊടുക്കാം, നമ്മളെ അഡ്രസ്സ്, പിൻകോഡ് കാര്യങ്ങൾ ഇതൊക്കെ ആയിട്ട്. GST നമ്പർ ഓപ്ഷണൽ ആണ്. പക്ഷെ ഇവിടെ ചില സമയത്ത് ചില അക്കൗണ്ടുകൾക്ക് അത്, പല അക്കൗണ്ടുകളും, ഞാനിപ്പോൾ ഇത് കുറേ കാലമായിട്ട് ഉപയോഗിക്കുന്ന അക്കൗണ്ട്, ഇപ്പൊ പുതിയ അക്കൗണ്ടുകൾക്ക് ചിലപ്പം ഈ ഓപ്ഷണൽ ആണെങ്കിലും ഇവിടെ ചിലപ്പോൾ ഒരു GST നമ്പർ ചോദിക്കും. പക്ഷെ ഇവിടെ കൊടുത്തു വെച്ചിട്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല, നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും വരില്ല. അപ്പോൾ ആ സംഭവങ്ങൾ കൊടുക്കുക. എന്നിട്ട് എന്താണ്, ഐ ആം ബൈങ് ആഡ് ഫോർ ബിസിനസ് പർപ്പസ് എന്നുള്ള ഇത് കൊടുത്തിട്ട് സേവ് ചെയ്യാം. ഓക്കെ, സേവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇതായി പോവും, ക്ലോസ് ആവും. പിന്നെ ഇവിടെ നമുക്ക് ഫണ്ട് ആഡ് ചെയ്യാനാണ്. ഇത് പ്രീപെയ്ഡ് അക്കൗണ്ട് ആണെന്ന് പറഞ്ഞാൽ ഇതിൽ നമുക്ക് ഇതിലേക്ക് ഫണ്ട് ആഡ് ചെയ്യണം, എന്നാലാണ് നമ്മളെ പരസ്യങ്ങൾ റൺ ആവുള്ളൂ, വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഈ ഒരു ആഡ് ഫണ്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇത് വർക്ക് ചെയ്യും. അപ്പൊ ഈ ആഡ് ഫണ്ട് കൊടുക്കുന്നതിന്റെ ഒപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യണം, പേയ്മെന്റ് മെത്തേഡ് ആഡ് ചെയ്യാൻ വേണ്ടി പറയും. ഓക്കെ, അത് ഇവിടെ ആഡ് ചെയ്യാം,
ഓൾറെഡി ഞാൻ കുറെ പേയ്മെന്റ് മെത്തേഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് വെച്ചാൽ നമ്മുടെ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് അത് കൊടുക്കുന്ന ഇതിനൊപ്പം എന്തുവാണ് വെച്ചാല് മിക്ക ആളുകളെയും ചിലപ്പം ആ പേയ്മെന്റ് പിന്നെ അല്ല കാർഡുകള് ചിലപ്പോ അല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് ചിലപ്പോൾ നമ്മുടെ കാർഡുകളിൽ ഈ ഒരു ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ എനേബിൾ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ കഴിയില്ല. ആഡ് ചെയ്യുന്നത് എങ്ങനെയാ വെച്ചാല് ഇപ്പൊ ഈ ഒരു ആഡ് പേയ്മെന്റ് മെത്തേഡ് ഈ ഒരു വിൻഡോ ഉപയോഗിച്ച് ഇതാക്കാം. ഒന്ന് ആഡ് ഫണ്ട് എന്നുള്ള ആ ഒരു ഇതായിട്ട് അല്ലാണ്ട് ഇവിടെ പേയ്മെന്റ് മെത്തേഡിൽ വന്നു കഴിഞ്ഞാലും ഇവിടെ ചെയ്യാനുള്ള ആഡ് പേയ്മെന്റ് മെത്തേഡ് എന്നുള്ള ഒരു ബട്ടൺ കാണാം. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, പിന്നെ UPI നമുക്ക് ആഡ് ചെയ്യാതെ ഉപയോഗിക്കാം, നെറ്റ് ബാങ്കിങ്ങും ഉപയോഗിക്കാം. അപ്പൊ ഈ 3 ഇതാണ് നമ്മൾ പൊതുവെ ഉപയോഗിക്കാറ്. ഒന്നുകിൽ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, അല്ലെങ്കിൽ UPI പേയ്മെന്റ് മോഡ്, അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് പേയ്മെന്റ് ചെയ്യാൻ പറ്റും. എത്രയാണോ ഇപ്പൊ നമുക്ക് ഇപ്പൊ സപ്പോസ് നമ്മൾ ഒരു ദിവസം ഒരു 1000 രൂപക്കാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അടുത്തൊരു എത്ര ദിവസം ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ളൊരു പേയ്മെന്റ് ഇട്ട് കൊടുക്കുക. ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 1000 വെച്ചിട്ട് ഒരു 10 ദിവസത്തിനാണ് ചെയ്യുന്നത്, 10,000 രൂപയാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ 10,000 കൊടുക്കാം. ഇനി അതല്ല നിങ്ങൾക്ക് 10,000 കൊടുക്കുക അല്ലാണെങ്കിൽ അപ്പോൾ 2000, 5000 എത്ര കൊടുത്തിട്ട് പിന്നെ അത് ഇവിടെ നമുക്ക് ഈ ബാലൻസ് അറിയാൻ പറ്റും. നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് 1-2 ദിവസം നോക്കുമ്പോൾ അപ്പൊ അതിനനുസരിച്ച് നമുക്ക് കൂട്ടി കൊടുത്താലും മതി. ഇനി മുഴുവനായിട്ട് ഫസ്റ്റ് പേയ്മെന്റിൽ കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിലൊക്കെ ഇവിടെ ഇപ്പോ ഈ 3 ഓപ്ഷൻസ് മിക്കതിലുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പുതിയ അക്കൗണ്ട് ആയ കാരണം ചിലപ്പോൾ UPI വരില്ല, കുറച്ച് കഴിഞ്ഞിട്ടേ ചിലപ്പോൾ വരുള്ളൂ. ചിലതിൽ പലതിലും പല രൂപത്തിലൊക്കെ ഉണ്ടാവാറ്. അപ്പോൾ UPI ഇല്ലെങ്കിൽ ഈ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, അതിന്റെ ഡീറ്റെയിൽസ് ഇപ്പോൾ കാർഡിലുള്ള പേര്, കാർഡ് നമ്പർ, പിന്നെ അതിന്റെ എക്സ്പയറി ഡേറ്റ്, CVV നമ്പർ, പിന്നെ ഈ സംഭവം ടിക്ക് ചെയ്യുക, സേവ് ചെയ്യുക. അപ്പോൾ ഒരു 2 രൂപ എന്തൊക്കെ നമ്മുടെ കാർഡിൽ നിന്ന് ഒരു വെരിഫിക്കേഷൻ എന്നുള്ള രൂപത്തിൽ അത് അവരെടുക്കും. അത് പിന്നെ തിരിച്ച് റിട്ടേൺ ആവുകയും ചെയ്യും എന്നാണ് ഇതുള്ളത്. അപ്പൊ അങ്ങനെ ഈ ഒരു പേയ്മെന്റ് മെത്തേഡ് ഇവിടെ ആഡ് ആയിട്ട് കാണും. പിന്നെ നമുക്ക് അതിൻ്റെ ഒപ്പം പേയ്മെന്റ് നടത്താൻ പറ്റും. അതായത് ഫണ്ട് ആഡ് ചെയ്യാൻ പറ്റും. ഫണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ബാലൻസ് ഇപ്പോൾ നമ്മുടെ എത്രയാണ് ഉള്ളതൊക്കെ അതിൽ വരും ആ ചെയ്ത സമയത്ത് തന്നെ. UPI ആണെങ്കിൽ ജസ്റ്റ് UPI സെലക്ട് ചെയ്യാം. അപ്പോ അതിന്റെ എമൗണ്ട് അടിച്ചു കൊടുക്കുക. അപ്പോൾ 1000, 2000 അല്ലെങ്കിൽ എത്ര 1000 പിന്നെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഒരു QR കോഡ് ജനറേറ്റ് ആയിട്ട് വരും. അപ്പൊ നമുക്ക് ഇപ്പൊ ഇവിടെ കൊണ്ടോ ഏതാണ് പേയ്മെന്റ് അല്ല ഏത് UPI ആപ്പ് ഉപയോഗിച്ചുകൊണ്ടും പേയ്മെന്റ് നടത്താന്നുള്ളത്. ഇപ്പോൾ ഫോൺപേ, ഗൂഗിൾ പേ അല്ലെങ്കിൽ പേടിഎമ്മോ അതല്ല വേറെ ഏതെങ്കിലും UPI പേയ്മെന്റ് ആപ്പുകളാണെങ്കിലും അത് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഫോൺ എടുക്കുക, അത് സ്കാൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ ആ ഒരു ആപ്പ് ഓപ്പൺ ചെയ്യാം, പേയ്മെന്റ് നടത്തുക. പേയ്മെന്റ് നടത്തിയ ഉടനെ തന്നെ ഇവിടെ അതിന്റെ കൺഫർമേഷൻ കാണിക്കുകയും ചെയ്യും. ആ ഒരു ഫണ്ട് ഇപ്പോൾ 1000 എന്നുള്ളത് ഇതിലേക്ക് ബാലൻസിലേക്ക് ആഡ് ആവുകയും ചെയ്യും. അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ ഒരു സംഭവം വരുന്നത്. പിന്നെ പേയ്മെന്റ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ആക്ടിവിറ്റി കാര്യങ്ങൾ, ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. അതിൽ പ്രത്യേകിച്ച് ഒരു എന്താ പറയാ ഇതൊന്നുമില്ല. പിന്നെ ഈ പേയ്മെന്റ് ആക്ടിവിറ്റി തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ആഡിന് എത്ര സ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളും അറിയാൻ പറ്റും. ഇവിടെ കണ്ടോ ഓരോ ദിവസവും സ്പെൻഡ് ചെയ്തിട്ടുള്ള എമൗണ്ടുകൾ. അപ്പൊ ഇപ്പൊ നമ്മളിപ്പോ ഒരു ദിവസം 500 രൂപ എന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും അല്ലെങ്കിൽ ഇപ്പൊ ഒരു ദിവസം 200 രൂപ എന്ന് ഇട്ടെടുത്ത് കഴിഞ്ഞാൽ ചില ദിവസം അത് 230 ആവും, ചില ദിവസം 190 ആവും, ചില ദിവസം 140 ആവും. ഞാൻ ഒരു ആഡ് ഒരു പിന്നെ എന്താ പറയാ ടെസ്റ്റ് എന്നുള്ള രൂപത്തിൽ വെറുതെ ഇതിങ്ങനെ ചെയ്തതാണ്. അപ്പൊ വെറുതെ ഒരു 500 രൂപ ഇട്ടിട്ട് അപ്പോ 200 സംതിങ്, അത് 210 15 അങ്ങനെ എന്തൊക്കെയായിരുന്നു അതിന്റെ ഒരു ഇതിട്ടുണ്ടായിരുന്നു. ചാർജ് വരുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ഇത്? ഞാൻ പറയാം. ഓക്കെ.
ഈ ഒരു രൂപത്തിലാണ് അതിന്റെ ഇത് വരുന്നത്. അപ്പോൾ പിന്നെ ഇതില് നമുക്ക് നോക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതിൽ വരുന്നില്ല. പിന്നെ വരുന്നത് ഈ ഒരു ക്യാമ്പയിൻ എന്നുള്ള ഒരു സംഭവമാണ്. അതില് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് എന്ത് ബേസ് ആയിട്ടാണ് ചാർജുകൾ വരുന്നത്, പിന്നെ എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യം. ഇതില് പല ബേസ് ആയിട്ട് വരും. ഇപ്പൊ നമുക്ക് ഒരു എന്താ പറയാ, ഇത്ര ആളെ ഒരു പരസ്യം കാണിക്കണം എന്നുള്ള രൂപത്തിൽ, അതായത് മെയിൻലി വരുന്നത് നമുക്കൊരു ദിവസത്തെ ബജറ്റ് ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ നമുക്ക് ഇവിടെ ബജറ്റ് സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ ഇതിൽ കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഒരു ദിവസം ഇപ്പൊ നമുക്ക് എന്താണ് ഡെയിലി ബജറ്റ്, ഇപ്പൊ ഈ 500 രൂപ അല്ലെങ്കിൽ 1000 രൂപ, ആ ഒരു ഇത് ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. ഇത് ചിലപ്പോ എന്ത് ചെയ്യും, 500 എന്നുള്ളത് 450 480 അങ്ങനെ ആവാം. ചിലപ്പോൾ അത് 520 550 അല്ലെങ്കിൽ ആ ഒരു രൂപത്തിൽ അങ്ങനെ പോവാറുണ്ട്. പിന്നെ ഇതിനനുസരിച്ചിട്ട് എന്താണ് ഇവിടെ എത്ര ലീഡ് വരും അല്ലെങ്കിൽ എത്ര ആളെ കാണിക്കും എന്നുള്ളതാണ് പിന്നെ വരുന്നത്. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ആ ഒരു സംഭവം അവർ എങ്ങനെയാണെന്നല്ല ആ ഒരു കാൽക്കുലേഷൻ വരുന്നത് എന്നുള്ളത്. അപ്പോ അതിലേക്ക് അതിലെ ആ ഒരു സംഭവം ചെയ്യാനും കാണാനും ഉള്ളൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മെറ്റ ആഡ്സ് മാനേജർ എന്നുള്ള ഈ ഒരു പ്ലാറ്റ്ഫോമാണ്. ഈ പ്ലാറ്റ്ഫോമിൽ നമുക്ക് വന്നു കഴിഞ്ഞാൽ 3 സംഭവങ്ങൾ കാണാൻ പറ്റും, അതായത് 3 ടാബുകൾ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു പരസ്യത്തിന് മൊത്തമായിട്ട് പറയുന്നത് ക്യാമ്പയിൻ എന്നാണ്. അപ്പോൾ ക്യാമ്പയിൻ എന്നുള്ളൊരു ടാബ് ഉണ്ടാവും. പിന്നെ ആ ക്യാമ്പയിന്റെ ഉള്ളിൽ വരുന്നത് ആഡ് സെറ്റ് പറഞ്ഞിട്ടൊരു സംഭവം, അതായത് ഇതിന്റെ തന്നെ സെറ്റിങ്സ് തന്നെ അതായിട്ട് വരുന്നത്. അതിൽ കുറച്ച് ഡീപ്പായിട്ട് വരും. അതിന്റെ ഉള്ളിൽ പിന്നെ ഒരു ആഡ്സ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്, നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാം. അപ്പോൾ ഫസ്റ്റ് ഒരു ആഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ക്രിയേറ്റ് എന്നുള്ള ഒരു ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മളോട് ചോദിക്കും. അപ്പോൾ ഇതിൽ കുറെ ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ കുറെ ഒബ്ജക്റ്റീവ്, ക്യാമ്പയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമുണ്ട്. ഇപ്പൊ നമ്മൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അതിൽ ആദ്യം നമ്മൾ പറയുന്നത് അവയർനെസ്, അതായത് നമ്മളടുത്ത് ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, ഈ ഒരു സർവീസ് ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബിസിനസ് ഉണ്ട് എന്നുള്ളത് കുറെ ആളുകളെ കാണിക്കുക, അല്ലെങ്കിൽ അവർക്ക് അവയർനെസ് കൊടുക്കും. പിന്നെയാണ് നമ്മൾ അതിൽ നിന്ന് സെയിൽ അല്ലെങ്കിൽ പിന്നെ കച്ചവടം അല്ലെങ്കിൽ ലീഡ് എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ എന്നാണ് അതിന്റെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പൊതുവായിട്ടുള്ളൊരു പിന്നെ ഇത് വരുന്നത്. അപ്പൊ ആദ്യം അവയർനെസ് എന്താണ്, പിന്നെ അതിൽ എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്ന് ഞാൻ പറഞ്ഞുതരാം. അതിന്റെ ഒപ്പം തന്നെ നിങ്ങൾ ചോദിച്ചതിൻ്റെയും കൂടുതൽ ഇത് വരും. അപ്പൊ ഈ അവയർനെസ് ക്യാമ്പയിൻ എന്നുള്ളൊരു സംഭവം എടുത്തു കഴിഞ്ഞാൽ ഏത് ക്യാമ്പയിൻ ആണെങ്കിലും ഫസ്റ്റ് വരുന്നത് ഈ രൂപത്തിലായിരിക്കും. അപ്പൊ ഇതിനൊരു ജസ്റ്റ് ഒരു ഈ ക്യാമ്പയിൻ എന്നുള്ളൊരു പേര് കൊടുക്കുക. സാധാരണ ഇപ്പൊ നമ്മള് ഈ അവയർനെസ് ക്യാമ്പയിനൊപ്പം തന്നെ ഒരു ഡേറ്റോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പമാവും. പിന്നെ ഇപ്പൊ ഇവിടെ താഴേക്ക് പോകുന്തോറും അതിന്റെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ടാവും. ഇതൊന്നും മാറ്റാനുള്ള ആവശ്യമൊന്നുമില്ല. അപ്പൊ വരുന്നതെന്ന് വെച്ചാൽ ഒന്ന് ബൈങ് ടൈപ്പ്. ഈ ബൈങ് ടൈപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കിപ്പോ 2 ഇതുണ്ടാവും. ഒന്ന് ഓപ്ഷൻ, 2 റിസർവേഷൻ എന്നുള്ളത്. ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് ഫേസ്ബുക്കിനോട് പറയാണ്, ഞാൻ ഒരു ദിവസം 500 രൂപ തരാം, നിങ്ങൾ പരസ്യം കാണിക്കൂ എന്നുള്ള രൂപത്തിൽ. അപ്പൊ നമ്മളവിടെ എന്താണ് 500 രൂപ എന്നുള്ളൊരു എമൗണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മള് പറയും ഈ രൂപക്ക് ഇത്ര ആളുകൾക്കാണ് കാണിക്കാൻ പറ്റുക എന്നുള്ള രൂപത്തിൽ. അപ്പൊ നമ്മള് ചെയ്യുന്നേക്കാൾ ചിലപ്പം വേറെ ആളുകൾ ദിവസം 1000 രൂപ 2000 രൂപ അങ്ങനെ ചെയ്യുന്നുണ്ടാവും. അപ്പൊ എന്താണ് നമ്മളെക്കാൾ കൂടുതൽ തവണ അവരുടെ ആഡായിരിക്കും കാണിക്കുന്നുണ്ടാവുക. അങ്ങനത്തെ ഒരു രൂപത്തിലാണ് ഈ ഇപ്പോൾ ഫേസ്ബുക്കിലാണെങ്കിലും പിന്നെ ഗൂഗിളിലാണെങ്കിലും ഒക്കെ ഈ ആഡുകൾ വർക്ക് ചെയ്യുന്നത്. എത്രയാണോ നമ്മൾ പേയ്മെന്റ് കൊടുക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ളതാണ് അതിന്റെ എണ്ണത്തിലേക്കും അതിന്റെ പിന്നെ ഫ്രീക്വൻസിയിലേക്കും ഇതെല്ലാം ആ ഒരു ആഡിന്റെ ഇത് പോകുന്നത്. പിന്നെ ക്യാമ്പയിൻ ഒബ്ജക്റ്റീവ് മുന്നേ നമ്മൾ ഇതാക്കുന്ന അവയർനെസ്സിൽ തന്നെ ഉണ്ടാവുക. അതിലൊന്നും ചേഞ്ച് വരുത്തുന്നില്ല.
അതുപോലെ ക്യാമ്പയിൻ സ്പെൻഡിങ് ലിമിറ്റ് അത് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. സ്പെൻഡിങ് ലിമിറ്റ് ഇപ്പൊ നമ്മൾ ഇതിന് ശേഷം ആണ് ഡെയിലി ബജറ്റ് എന്നുള്ള രൂപത്തിൽ വരുന്നത്. പക്ഷെ ഇവിടെ സ്പെൻഡിങ് ലിമിറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ ഇതും ഈ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അഡ്വാൻറ്റേജ് പ്ലസ് ക്യാമ്പയിൻ ബജറ്റ് എന്നുള്ള രൂപത്തിൽ. അപ്പോൾ ഇതിലേക്ക് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഇപ്പൊ ഇവിടെ ഡെയിലി ബജറ്റ് 200 എന്നുള്ളൊരു സംഭവമുണ്ട്. അപ്പോൾ ഇവിടത്തേക്കാൾ നമുക്ക് എന്ത് ചെയ്യണം, വേറൊരു സ്ഥലത്ത് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇവിടെ ഒന്നും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. AB ടെസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 2 ആഡുകൾ തമ്മിൽ ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതിപ്പോ ഇതേപോലെ തന്നെ ഒരു ആഡ്, സപ്പോസ് നമുക്ക് അതിൽ ഡിഫറെന്റ് ആയിട്ടുള്ള വീഡിയോ കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഓഡിയൻസിനെ സെലക്ട് ചെയ്തിട്ടോ അങ്ങനെയൊക്കെ കൊടുത്തിട്ട് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ അങ്ങനെ കൊടുത്തിട്ട് നമുക്കൊരു ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ സാധാരണ നമ്മൾ ചെയ്യാന്ന് വെച്ചാൽ 2 ടൈപ്പ് വീഡിയോ അല്ലെങ്കിൽ 2 രൂപത്തിലുള്ള വീഡിയോ ഉണ്ടാകും. എന്നിട്ട് എന്ത് ചെയ്യും, അത് അഡ്വർടൈസ്മെന്റ് ആയിട്ട് കൊടുക്കും. അപ്പൊ അതിൽ ഏതാണ് പിന്നെ നന്നായിട്ട് ആളുകൾ ക്ലിക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് ലീഡ് വരുന്നത് എന്ന് നോക്കിയിട്ട് എന്ത് ചെയ്യും, നന്നായിട്ട് പെർഫോം ചെയ്യുന്നത് നിർത്തും, ബാക്കിയുള്ളത് ഓഫ് ചെയ്തിടും. അപ്പോൾ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഈ AB ടെസ്റ്റ് എന്നുള്ള രൂപത്തിൽ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ കാണിച്ചു തരേണ്ടത് ഈ ഒരു ഇതിൽ ഇപ്പൊ ചെയ്യേണ്ട ആവശ്യമില്ല. അവയർനെസ് ക്യാമ്പയിനിൽ സാധാരണ ചെയ്യാറില്ല. പിന്നെ ഇവിടെ സ്പെഷ്യൽ ആഡ് കാറ്റഗറി ഇപ്പോ ഇതും നമുക്ക് വരുന്ന ഒരു സംഭവമല്ല. ഇത് മിക്ക പിന്നെ ഇത് അപ്ലിക്കബിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൊളിറ്റിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പരസ്യങ്ങൾ ഒക്കെ ആണെങ്കിലേ വരുന്നുള്ളൂ. ഇപ്പോൾ ഇലക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള പരസ്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഡിക്ലെയർ ചെയ്യണം. പിന്നെ അതുപോലെ ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഹൗസിംഗ് അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പ്രൊഡക്റ്റുകൾ റിലേറ്റഡ് ആയിട്ടുള്ള പരസ്യമാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ അവരത് ആ ഒരു പരസ്യം പിന്നെ വെരിഫൈ ചെയ്യുമ്പോൾ അത് റിജക്ട് ചെയ്ത് കളയും. ഇത് നമ്മളെ സംബന്ധിച്ച് ഇതൊന്നും ആപ്ലിക്കബിൾ അല്ല. ഈ ഒരു പേര് കൊടുക്കുക, പിന്നെ ബാക്കിയെല്ലാം ഇവിടെ ഡിഫോൾട്ട് ആയിട്ട് കിടക്കുന്നുണ്ടാവും. ഓപ്ഷൻ കിടക്കുന്നുണ്ടാവും, പിന്നെ ക്യാമ്പയിൻ ഒബ്ജക്റ്റീവ് ഇതെല്ലാം കിടക്കുന്നുണ്ടാവും. ജസ്റ്റ് നെക്സ്റ്റ് കൊടുക്കുക. അടുത്ത ആഡ് സെറ്റ് എന്നുള്ള പിന്നെ ഇതിലേക്ക് വിൻഡോയിലേക്ക് പോകും, ടാബിലേക്ക് പോകും. അപ്പൊ അവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഒരു പേര് വേണമെന്നുണ്ടെങ്കിൽ മാറ്റി കൊടുക്കാം. പിന്നെ ഇവിടെ അവയർനെസ് പെർഫോമൻസ് ഗോൾ ഉണ്ട്, മാക്സിമൈസ് റീച്ച് ഓഫ് ആഡ്സ്. അപ്പോൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ള രൂപത്തിലാണ് ഇത് പറയുന്നത്. ഇനി അതല്ല, ഇവിടെ വീണ്ടും കുറെ ഓപ്ഷൻസ് ഉണ്ട്. മാക്സിമൈസ് നമ്പർ ഓഫ് ഇംപ്രഷൻസ്, അതായത് ഒരാളെ തന്നെ കുറെ തവണ കാണിക്കുക എന്നുള്ള ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഇംപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ എന്താണ്, ഒരു ആളെ പല തവണ ആ ഒരു പരസ്യം കാണിക്കുക എന്നുള്ളതായി. ഇവിടെ ആകുമ്പോൾ നമുക്ക് ഒരാളെ ഒരു തവണയ്ക്ക് കാണിക്കുള്ളൂ, ചിലപ്പോൾ 2 തവണയ്ക്ക് കാണിക്കാം, ഡിപ്പെൻസ് ഓൺ ഇതായിട്ട്. പക്ഷെ ഇത് കാണിച്ചവർ തന്നെ പിന്നെയും കാണിച്ചുകൊണ്ടുള്ള ഒരു രൂപത്തിലായിരിക്കും. ഇവിടെ പുതിയ പുതിയ ആളുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളതായിട്ട്. അപ്പൊ ഇതും പിന്നെ ഇത് തന്നെ മാക്സിമൈസ് ആഡ് റീകോൾ ലിഫ്റ്റ്. ഇപ്പോൾ നമുക്ക് ഓരോ ആളുകളെ കാണിച്ചു, പ്ലസ് അവർക്ക് എന്താണ് റീകോൾ ചെയ്യാൻ, അതായത് അവര് നമ്മുടെ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ അല്ലെങ്കിൽ നമ്മളെ പരസ്യം ഓർമ്മിക്കാൻ ചാൻസ് ഉള്ള ആളുകൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് ഫേസ്ബുക്കിന്റെ ഒരു പിന്നെ പ്രോഗ്രാം അല്ലെങ്കിൽ അവരുടെ ഒരു ഇത് പ്രകാരം വർക്ക് ചെയ്യുന്ന ഒരു രൂപത്തിലാണ് അത് നടക്കുന്നത്. അപ്പോ ആ രൂപത്തിലുള്ള ആളുകളിലേക്ക് എത്തിക്കും എന്നാണ് അവർ പറയുന്നത്. എങ്ങനെയാണ് അതിന്റെ കൂടുതൽ ഇത് എന്നുള്ളത് അവർക്ക് ഇതാവുള്ളൂ. കണ്ടോ ഇവിടെ വിൽ ട്രൈ ടു ഷോ യുവർ ആഡ്സ് ടു പീപ്പിൾ ഹു ആർ ലൈക്ലി ടു റിമെമ്പർ സീ ദം. അതായത് നമ്മളെ ആഡ് വീണ്ടും കാണുമ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് പിന്നെ ഓർമ്മിക്കുന്നതും അത് പിന്നെ കോണ്ടാക്ട് ചെയ്യാനും ചാൻസ് ഉള്ള ആളുകളിലേക്ക് എത്തിക്കും എന്നുള്ളൊരു ഇതായിട്ട്. പിന്നെ വീഡിയോ കോൾ എന്നുള്ളത്, അപ്പൊ വീഡിയോ ആണ് കൊടുക്കുന്നത്, കൂടുതൽ തവണ പ്ലേ ചെയ്യാനുള്ള ഓപ്ഷൻ, പിന്നെ ഒരു ചാൻസ് കൂടും എന്നുള്ള രൂപത്തിലൊക്കെ. പക്ഷെ അതൊന്നും അത്ര ഒരു
ഇതാവേണ്ട ആവശ്യമില്ല. ഈ ഒരു ഫസ്റ്റത്തെ അവയർനെസ് ഗോൾ എന്നുള്ളതിൽ ഈ മാക്സിമസ് റീച്ച് ഓഫ് ആഡ് എന്നുള്ള ഇതാണ് നമുക്ക് സാധാരണ അവയർനെസ്സിൽ നമുക്ക് ചെയ്യാനുള്ളത്. പിന്നെ ഇപ്പൊ നമ്മള് ഇതെല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, നമുക്കൊരു ഫേസ്ബുക്ക് പേജ് വേണം. അപ്പൊ ആ ഫേസ്ബുക്ക് പേജ് കൂടെ ഓൾറെഡി വന്നിട്ടുണ്ടാവും. ഇപ്പൊ നമ്മൾ ക്രിയേറ്റ് ചെയ്ത പേജ്, നമ്മളെ ഓണർഷിപ്പിലുള്ള പേജ്, അല്ലെങ്കിൽ നമ്മൾ മാനേജ് ചെയ്യുന്ന പേജ്. അപ്പോൾ ഏതാണ്, ഇപ്പോൾ കുറെ പേജ് ഉണ്ടെങ്കിൽ നമുക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഫേസ്ബുക്ക് പേജ് ഇവിടെ നിർബന്ധമാണ്. കാരണം ആ ഒരു പേജ് ബേസ് ചെയ്തിട്ടാണ് ഇപ്പൊ നമ്മൾ ആഡുകൾ കാണുന്നത്. ഇപ്പൊ ഈ ഒരു ചെറിയൊരു ഇത് കാണിച്ചു തന്നു കഴിഞ്ഞാൽ, ഇപ്പൊ ഇത് ഫേസ്ബുക്ക്, ഇവിടെ ഇത് കണ്ടോ, ഇതിപ്പോ ഒരു ആഡാണ്. ഈ ഒരു ആഡ് എന്താണ്, ഈ ഒരു ഫേസ്ബുക്ക് പേജിനെ ബേസ് ചെയ്തിട്ടാണ് അത് റൺ ആവുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഫേസ്ബുക്ക് പേജ് വേണം എന്ന് പറയുന്നത്. ഏത് ആഡാണെങ്കിലും, സപ്പോസ് ഈ സജീവ് നായർ ആഡ്, ഇതൊരു ആഡാണ്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരെ ലാൻഡിംഗ് പേജിലേക്കാണ് പോകുന്നത്. ഇതെന്താണ്, ഒരു ഫേസ്ബുക്ക് പേജ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇതുപോലെ നമുക്കിപ്പോ നമ്മുടെ എന്താ പറയാ, കോമ്പറ്റീറ്റേഴ്സ് അല്ലെങ്കിൽ നമ്മളെ പോലെ ബിസിനസ് ചെയ്യുന്ന ആളുകൾ, അവര് എന്തൊക്കെ ആഡ് റൺ ചെയ്യണം, എന്തൊക്കെ ആഡ് റൺ ചെയ്യുന്നുണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അവരുടെ ഈ ഒരു പേജ് എടുത്തിട്ട് ഈ എബൌട്ടിൽ പോവാം. ഇവിടെ ഒരു പേജ് ട്രാൻസ്പെറൻസി എന്നുള്ളൊരു ഇതുണ്ട്. ഇവിടെ പോയി കഴിഞ്ഞാൽ അവർ അറിയാൻ പറ്റും. ഇത് കണ്ടോ, ദിസ് പേജ് ഈസ് കറന്റ്ലി റണ്ണിങ് ആഡ്സ് എന്നുള്ളത്. അപ്പൊ അത് സി ഓള് ക്ലിക്ക് ചെയ്ത് ഗോ ടു ആഡ് ലൈബ്രറി എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ അവർ റൺ ചെയ്യുന്ന ആഡുകൾ ഇവിടെ കാണിക്കും. അപ്പൊ ഈ സജീവ് നായർ എന്നുള്ള പേജിൽ അവർ എന്താണ് 6 ആഡുകൾ റൺ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഓരോന്നിപ്പോ Now, one of the things that ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും എങ്ങനെയൊക്കെയുള്ള ആഡുകളാണ് അവർ റൺ ചെയ്യുന്നത്. അപ്പൊ അതിനനുസരിച്ച് എന്ത് ചെയ്യാം, നമുക്കും അതുപോലെ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. നമ്മുടെ കോമ്പറ്റീറ്റർ എങ്ങനെയാണോ മാർക്കറ്റിംഗ് ചെയ്യുന്നതെന്ന് നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സംഭവത്തിലൂടെ നമുക്ക് അറിയാൻ പറ്റും എന്നുള്ളതാണ്. ഒരു ഫുള്ള് വീഡിയോ Do you know that biohacking can help you to attain? പല രൂപത്തിലുള്ള വീഡിയോസ് കൊടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. Do you know that all successful people in the world have got a super powerful optimized brain? കേട്ടോ, അപ്പോ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ അറിയാനും നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുമെന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇങ്ങോട്ട് വരാം. നമുക്ക് ഇവിടെ ഫേസ്ബുക്ക് പേജ് നമ്മൾ സെലക്ട് ചെയ്തു. പിന്നെ കോസ്റ്റ് പെർ റിസൾട്ട് ഗോൾ അതൊന്നും കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. അതുപോലെ ക്യാപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കാണാം. ഇതിപ്പോ പുതിയത് വന്നതാണ്. മാക്സിമൈസ് നമ്പർ ഓഫ് ടൈംസ് ദാറ്റ് യു വാണ്ട് പീപ്പിൾ ടു സീ യുവർ ആഡ്സ്. അതായത് 7 ദിവസത്തിൽ എത്ര സമയത്താണ് നമ്മൾ ആഡ് ഒരാൾ കാണേണ്ടത് എന്നുള്ളത് കൊടുക്കുക എന്നുള്ള രൂപത്തിലാണ്. അപ്പൊ ഇവിടെ കൊടുത്തുള്ളത് 2 തവണ ഒരാളെ കാണിച്ചാൽ മതി എന്നുള്ളതാണ് 7 ദിവസത്തിന്റെ ഉള്ളിൽ. 7 ദിവസം എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കിന്റെ ഒരു ബേസിക് ദിവസമായിട്ടാണ് കണക്കൂട്ടുന്നത്. നമ്മളിപ്പോ ഒരു ആഡിനെ കുറിച്ചിട്ട് കൂടുതൽ അത് പെർഫോം ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അതിന്റെ ഒരു ശരിക്കുള്ള ഒരു റിസൾട്ട് കുറച്ച് ഇത് കിട്ടണം എന്നുണ്ടെങ്കിൽ 7 ദിവസമെങ്കിലും ചെയ്യാം എന്നാണ് പറയാം. അതുകൊണ്ടാണ് എല്ലാത്തിലും 7 ദിവസം എന്നുള്ളൊരു ഇത് വരുന്നുണ്ടാവും. ഇവിടെ 7 ദിവസം വന്നു. ഇപ്പൊ നമ്മളൊരു ക്യാമ്പയിൻ ബജറ്റ് കൊടുക്കുമ്പോൾ ഒരു 7 ദിവസം എന്നുള്ള രൂപത്തിലാണ് അവർ കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞത്. പിന്നെ വരുന്നത് എന്താ വെച്ചാൽ, ഇവിടെ ഈ ഡൈനാമിക് ക്രിയേറ്റീവ് ഒന്നും ആവശ്യമില്ല. ബജറ്റ് ആൻഡ് ഷെഡ്യൂൾ എന്നുള്ളൊരു ഓപ്ഷൻ ഇതായിട്ടുണ്ട്. അപ്പൊ ഇവിടെ ആണ് നമ്മൾ ഇത് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനുള്ള ചെറിയ കുറച്ച് കാര്യങ്ങൾ ഇവിടെ വരും. ഡെയിലി ബജറ്റും ഉണ്ട്, ലൈഫ് ടൈം ബജറ്റും ഉണ്ട്. ഡെയിലി ബജറ്റ് പറഞ്ഞാൽ ഇപ്പൊ ഒരു ദിവസം നമുക്ക് എത്ര രൂപക്ക് ആഡ് സ്പെൻഡ് ചെയ്യണം. ഇപ്പൊ ഇവിടെ ഇപ്പൊ 200 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ 200 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇവിടെ കാണിക്കും ഈ ഒരു ബജറ്റ് ഉപയോഗിച്ചുകൊണ്ട് പിന്നെ എന്താണ് എത്ര ആളിലേക്ക് അല്ലെ എത്ര റിസൾട്ടിലേക്ക് പോകും എന്നുള്ളത്. അതുകൊണ്ടോ ഒരു 16,000 രൂപ 16,000 46,000 ഇടയിലുള്ള ആളിലേക്ക് ഒരു ദിവസം അത് എത്താൻ ചാൻസ് ഉണ്ട്, എസ്റ്റിമേറ്റഡ് ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓരോ ലൊക്കേഷനും ബേസ് ചെയ്തിട്ട് അത് ഈ ഒരു സംഭവം മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ സപ്പോസ് ഞാനിവിടെ 200 കൊടുത്തു. ഈ ഏത് ഡേറ്റ് മുതലാണ് ജസ്റ്റ് ഇത് കൊടുക്കുക. അപ്പൊ ഞാനിപ്പോ 23 ജൂലൈ. അപ്പോൾ നമ്മള് ഒരു ടൈമും ഇതായി കൊടുക്കുക. ഇവിടെ നിങ്ങളൊക്കെ ഇപ്പോ ഈ ഒരു IST എന്നുള്ള രൂപത്തിലാവും വരുന്നുണ്ടാവുക. കാരണം നമ്മൾ ഇവിടെ ഈ ഒരു ആഡ് അക്കൗണ്ട് എഡിറ്റ് ചെയ്യുന്ന അതിന്റെ സെറ്റിങ്സിൽ നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ അവിടെ
ഇന്ത്യ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ് കാര്യങ്ങൾ സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ ഇന്ത്യ കൊടുക്കുക. ഞാൻ എൻ്റെ ഇത് പഴയ ഒരു ആഡ് അക്കൗണ്ട് ആയ കാരണം അതില് പിന്നെ വേറൊരു ഇതായിട്ടാണ്, അതായത് വേറെ ഏതോ രാജ്യം സെലക്ട് ആയി കിടക്കുകയാണ്. പക്ഷെ അത് മാറ്റാൻ പറ്റുന്നില്ല. ഇവരോട് പറഞ്ഞിട്ടും അത് മാറ്റി ഇതാവുന്നില്ല. അപ്പൊ എനിക്കൊരു അപ്പൊ ഇവിടെ വെരിഫൈ ടാക്സ് ഇൻഫോ അല്ലെങ്കിൽ ഈ ഒരു ഇതിൽ പോകുമ്പോൾ നമുക്ക് കൂടുതൽ കാണാൻ പറ്റും. ഇവിടെ കേരള, ഇന്ത്യ എവിടത്തെ വരുന്നുണ്ട്, കേരള പിൻകോഡ് ഇതായിട്ട്. അപ്പോൾ നിങ്ങൾ ആ ജസ്റ്റ് സെയിം കറക്റ്റ് ലൊക്കേഷൻ അല്ലേ എന്നൊക്കെ നോക്കിയിട്ട് സേവ് ചെയ്യുക. ഇത് ആഡ് അക്കൗണ്ടിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞത് ഈ ഒരു ഡേറ്റ്, സ്റ്റാർട്ടിങ് ഡേറ്റ് എന്നുള്ള രൂപത്തിൽ ഇവിടെ കാണാം, ഒരു ടൈമും കാണാം. ജസ്റ്റ് ഇപ്പൊ നമ്മളിപ്പോ ഈ ഒരു വിൻഡോ ഇത് ഓപ്പൺ ചെയ്ത ഒരു മുതലുള്ള സമയം 8:21 അല്ലെ സോറി കുറച്ച് ഇതായല്ലോ അല്ലെ നമ്മൾ ഓപ്പൺ ചെയ്തിട്ട്, ആ ഒരു ഏകദേശം ആ ഒരു ടൈം വെച്ചിട്ടാണ് വരുന്നത്. ഇത് നോക്കുക. അപ്പൊ നമ്മൾ ഒരു ഫ്യൂച്ചർ ടൈം ഒന്നും അല്ലാതെ നോക്കുക. സപ്പോസ് ഫ്യൂച്ചർ ടൈമും കൊടുക്കാം. ഇപ്പൊ ഞാനിപ്പോ ഈ ഒരു ആഡ് എപ്പോഴാണ് റൺ ചെയ്ത് തുടങ്ങേണ്ടത് എന്നാണ്, അതായത് സ്റ്റാർട്ട് ഡേറ്റ് ആണ് ഇതിനുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു സമയത്ത് ഇപ്പൊ കറന്റ് ഡേറ്റ് തുടങ്ങി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കറന്റ് ഡേറ്റും ടൈമും കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് തന്നെ അതിന്റെ ഒരു സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ ഒരു പ്രോസസ്സിങ് തുടങ്ങും. ഇപ്പൊ നമ്മളിവിടെ കൊടുത്തു കഴിഞ്ഞാൽ കുറെ സ്റ്റേജിലൂടെ അത് പോകും. ഇപ്പൊ ആദ്യം അവര് റിവ്യൂ ചെയ്യും, പിന്നെ അത് അപ്രൂവ് ചെയ്യും, പിന്നെ അത് ലേണിംഗ് എന്നുള്ളൊരു ഇതിലേക്കൊക്കെ പോകും. അങ്ങനെയൊക്കെയാണ് ഓരോ ആഡിന്റെ സ്റ്റേജുകളൊക്കെ വരുന്നത്. അത് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എങ്ങനെ കൂടുതൽ ഇതൊക്കെ ആയിട്ട്. പിന്നെ ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു എൻഡ് ഡേറ്റ് കൊടുക്കാം. അതല്ല എൻഡ് ഡേറ്റ് കൊടുത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അപ്പൊ എന്താ വെച്ചാൽ നമുക്ക് എൻഡ് ഡേറ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ ഇപ്പൊ നമ്മൾ എത്രയാണോ നമ്മുടെ ആഡ് അക്കൗണ്ടിൽ കാശ് ഉള്ളത് അതിനനുസരിച്ചിട്ട് അത് റണ്ണായിട്ട് കൊണ്ടിരിക്കും. ആ ഒരു കാശ് തീരുന്ന അതുവരെ റണ്ണായിക്കൊണ്ടിരിക്കും. അതിന്റെ ഇടയിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഒക്കെ വരുന്നുണ്ട്. അപ്പോ ഒന്നുകിൽ ഡേറ്റ് കൊടുക്കാം, അല്ലാണ്ടെങ്കിൽ ഡേറ്റ് കൊടുക്കാതെയും ചെയ്യാൻ പറ്റും. അപ്പോ അത് ഡെയിലി ബജറ്റ് ബേസ്ഡ് ആയിട്ട്. ഇനി അതല്ല നമുക്ക് ഇവിടെ ഒരു ലൈഫ് ടൈം ബജറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. സപ്പോസ് ഈ ഒരു ക്യാമ്പയിന് ഞാൻ മൊത്തം ഒരു 14,000 രൂപയാണ് ഞാൻ അതിന് സ്പെൻഡ് ചെയ്യുന്നത്, ഒരു 15,000 രൂപയാണ് സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ക്യാമ്പയിന്റെ ലൈഫ് ടൈം ബജറ്റ് എന്നുള്ളത് 15,000 രൂപയാണ്. അപ്പൊ ആ 15,000 രൂപ സ്പെൻഡ് ചെയ്യുന്നത് വരെ എന്ത് ചെയ്യും, അത് ഓടും. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോ ഇന്ന ഡേറ്റ് മുതൽ ഇന്ന ഡേറ്റ് വരെ എന്ന് കൊടുക്കാം. അല്ല ഇപ്പോ ഞാനിപ്പോ 23-ാം തീയതി മുതൽ എന്താണ് ഓഗസ്റ്റ് 23-ാം തീയതി വരെ എന്ന് കൊടുക്കുക. അപ്പോ ഇതിനനുസരിച്ചിട്ട് പല ദിവസങ്ങളിലും അത് ഏറിയിട്ടും കുറഞ്ഞിട്ടും അല്ലെങ്കിൽ അങ്ങനെ ഇതൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. നമുക്കൊരു ഫിക്സ്ഡ് ആയിട്ടുള്ളൊരു എമൗണ്ടിന് റൺ ചെയ്തു എന്നുള്ള രൂപത്തിലാവും. ചിലപ്പോൾ അത് ഒരാഴ്ച കൊണ്ട് കഴിയാം, ചിലപ്പോൾ അത് ഒരു മാസം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരുന്ന രൂപത്തിലൊക്കെയാണ്. പക്ഷെ മറ്റേ നമ്മൾ ഡെയിലി ബജറ്റ് ആകുമ്പോൾ ഏകദേശം നമുക്കൊരു ഐഡിയ വരുന്ന രൂപത്തിലാണ്. മോസ്റ്റ്ലി മിക്ക ഒരു 99% ആളുകൾ ഒരു ഡെയിലി ബജറ്റ് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുക. കാരണം അവർക്കൊരു കാൽക്കുലേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡെയിലി ബജറ്റ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല രൂപത്തിൽ നിങ്ങൾക്ക് അതിന്റെ ഒരു ഇത് അറിയാൻ പറ്റും. പിന്നെ എന്താ പറയാ, ഈ ബജറ്റ് ഷെഡ്യൂളിങ് കാര്യങ്ങൾ ഇതൊന്നും ചെയ്യേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. അതുപോലെ പിന്നെ വരുന്നത് പറഞ്ഞാൽ ഓഡിയൻസ് കൺട്രോൾ എന്നുള്ള ഇതാണ്. അപ്പൊ ഇവിടെ നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ ഒരു കാര്യങ്ങൾ അറിയാൻ പറ്റും. ഓഡിയൻസ് കൺട്രോൾ എന്നുള്ള രൂപത്തിൽ. ഇപ്പോൾ മൈ ബിസിനസ് കാൻ ഓൺലി അഡ്വർടൈസിങ് സ്പെസിഫിക് ലൊക്കേഷൻസ്, ഏജ് റിസ്ട്രിക്റ്റഡ് ഗുഡ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളും ഇതൊക്കെ ചെറുതായിട്ട്. പക്ഷെ ഇതൊന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊന്നും ആരും യൂസ് ചെയ്യാത്തൊരു സംഭവമാണ്. അതിനുശേഷം പിന്നെ വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ലൊക്കേഷൻ ആണ്. ഓക്കെ, ലൊക്കേഷൻ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കുറെ സംഭവങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ ഓൾറെഡി ഈ ബേസിക് അല്ലെങ്കിൽ ഒരു ഡിഫോൾട്ട് ആയിട്ട് കിടക്കുക ഇന്ത്യ ലൊക്കേഷൻ ആവും. അപ്പൊ നമുക്ക് നമ്മുടെ ലൊക്കേഷൻ കൊടുക്കും. ഇപ്പൊ കേരള കൊടുക്കുന്നുണ്ടെങ്കിൽ കേരള എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കേരള ഇന്ത്യ എന്നിട്ട് വരും. പിന്നെ കേരള അത് ഇത് പറഞ്ഞിട്ട് കുറെ സംഭവങ്ങളൊക്കെ വരും. കാലിക്കറ്റ് കേരള, തൃശ്ശൂർ കേരള, കണ്ണൂർ കേരള എന്നൊക്കെ രൂപത്തിൽ. കേരള കൺട്രി എന്നുള്ള സംഭവം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും,
ആ കേരള സെലക്ട് ആയിട്ട് നമുക്ക് ഇവിടെ ഒരു കേരളത്തിന്റെ ഒരു സെൻട്രലൊരു പിന്നെ പിൻ ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഇതായിട്ട് കാണിക്കും, മാപ്പായിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ ഇപ്പോൾ ഇതാക്കിയിട്ടില്ല, അതിന്റെ ഒരു ചെറിയൊരു എസ്റ്റിമേഷൻ ഇവിടെ നമുക്ക് കാണിച്ചു തരും. ഇപ്പോൾ കണ്ടോ, കേരളത്തിന്റെ ഒരു ഇതായിട്ട് 1,66,00,000 ആളുകളോ എന്നിട്ട് ഇതായിട്ട് എസ്റ്റിമേറ്റഡ് ഓഡിയൻസ് എന്നുള്ള രൂപത്തിലൊക്കെ, അതായത് ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന രൂപത്തിലുള്ള ആളുകളെ എന്നുള്ളൊരു കൺസെപ്റ്റ് വെച്ചിട്ടൊക്കെയാണ് അവർ പറയുന്നത്. അതുപോലെ ഇപ്പോൾ നമ്മൾ ഈ 200 രൂപ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് 1,700ന്റെയും 5,000ന്റെ ഇടയിൽ ആളെ കാണിക്കുമെന്നൊക്കെ ഇതായിട്ട്. അപ്പോൾ അതിൽ എന്ത് ചെയ്യും, ഇംപ്രഷനും കാര്യങ്ങളും ഇതൊക്കെ ചിലപ്പം ഒരു 1 2 3 തവണ അങ്ങനെയൊക്കെ ആയിട്ടൊക്കെ വരാം. പിന്നെ വരുന്നത് വെച്ചാൽ ഈ ഒരു ലൊക്കേഷൻ പല രൂപത്തിൽ കൊടുക്കാം. അപ്പൊ ഈ രൂപത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ അതല്ല ഇപ്പൊ നിങ്ങൾക്ക് കണ്ണൂർ എന്നുള്ള ഒരു എന്താ പറയാ പ്ലേസ് എന്നുള്ള രൂപത്തിൽ കണ്ട കണ്ണൂർ കേരള ഒരു സിറ്റി എന്നുള്ള രൂപത്തിൽ അങ്ങനെ കൊടുക്കാം. അപ്പൊ നമുക്ക് അതിന്റെ ഒരു റേഡിയസ് എന്നുള്ള രൂപത്തിൽ അങ്ങനെയും സെലക്ട് ചെയ്ത് കൊടുക്കാണ്ട്. ഇപ്പൊ സിറ്റി ഇത് കൊടുക്കുകയാണെങ്കിൽ മിനിമം 17 കിലോമീറ്റർ എന്നുള്ളൊരു ഇത് വരും, മാക്സിമം 80 കിലോമീറ്റർ എന്നുള്ള രൂപത്തിൽ അതിന്റെ ഒരു ലിമിറ്റേഷൻ ആയിട്ട് വരും. അങ്ങനെ മൾട്ടിപ്പിൾ സിറ്റികൾ കണക്ട് ചെയ്യാം. സപ്പോസ് ഞാനിപ്പോ തൃശ്ശൂർ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തൃശ്ശൂരിൽ നിന്ന് കൊടുക്കാം. തൃശ്ശൂർ കേരള, തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ് ഉണ്ട്, തൃശ്ശൂർ സിറ്റി ഉണ്ട്. പല ഇതിലും പല രൂപത്തിൽ ഒക്കെ ആയിരിക്കും. അപ്പോൾ ആ ഒരു സംഭവത്തിന് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഇതിന്റെ റേഡിയസ് കൂട്ടാനും കുറക്കാനും ഒക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി അതല്ല ഈ ഒരു സംഭവം നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ തൃശ്ശൂർ കാണിക്കണ്ട ബാക്കിയുള്ളിടത്തും കാണിക്കണം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഈ ഒരു 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് എക്സ്ക്ലൂഡ് ലൊക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സംഭവം ഒരു റെഡ് കളറാവും. അപ്പൊ അവിടെ പരസ്യം കാണൂല എന്നുള്ള രൂപത്തിൽ. ഓക്കെ, അത് ഇൻക്ലൂഡ് ചെയ്യിക്കണമെങ്കിൽ അങ്ങനെ ഇൻക്ലൂഡ് കൊടുക്കും. അതല്ല ഇവിടെ എക്സ്ക്ലൂഡ് കൊടുത്തിട്ട് കുറെ സ്ഥലങ്ങൾ എക്സ്ക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ഓപ്ഷൻ ഉണ്ട്. കൂടാതെ നമുക്കിപ്പോ ഒരു സ്ഥലത്ത് ഇപ്പൊ സപ്പോസ് ഞാൻ ഒരു ഇങ്ങനത്തെ ഒരു പിന്നെ മെയിൻ സിറ്റി ഒന്നുമല്ല കൊടുക്കുന്നത്, ചെറിയൊരു ഇതാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ, ഇപ്പൊ സപ്പോസ് ഞാൻ ഇവിടെ എന്താണ് ചെങ്ങന്നൂർ എന്നുള്ളൊരു ഏരിയ, ഈ ചെങ്ങന്നൂരിന്റെ പിന്നെ ഇത്ര കിലോമീറ്റർ ചുറ്റളവിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഡ്രോപ്പ് പിൻ എന്നുള്ളൊരു ഇത് കൊടുക്കാം. എന്നിട്ട് ആ ഡ്രോപ്പ് പിന്നിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കണ്ടോ, അപ്പൊ നമ്മൾ ആ ഒരു കർസർ ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റും. എന്നിട്ട് അവിടെ പോയിട്ട് ക്ലിക്ക് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പൊ ആ ഒരു പിൻ അവിടെ പ്ലേസ് ആവും. എന്നിട്ട് എന്ത് ചെയ്യാം, ഇവിടെ ഇപ്പൊ നമ്മൾ അതിന്റെ ഒരു GPS ലൊക്കേഷൻ വരും, ഒരു കോഡ് ഇതായിട്ട്. അതിന്റെ ഒപ്പം തന്നെ അതിന്റെ കിലോമീറ്റർ ഇതുണ്ടാവും. അപ്പോൾ ഇവിടെ നമുക്ക് 1 കിലോമീറ്റർ മുതൽ 80 കിലോമീറ്റർ കൊടുക്കാൻ പറ്റും. ആ ഒരു ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ, ഇപ്പൊ പിൻ ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ. ഓക്കെ, അപ്പൊ അത് മാറ്റി കൊടുക്കാനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട്. സപ്പോസ് നമുക്ക് ആ ഒരു സ്ഥലത്തിന്റെ ഒരു 22 കിലോമീറ്റർ ചുറ്റളവിൽ മതി പരസ്യം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഇതായി കൊടുക്കാം. അതിന്റെ അപ്പുറത്തേക്ക് പോവില്ല എന്നൊന്നും പറയുന്നില്ല, മിക്കവാറും പോവാറുണ്ട്. പക്ഷെ കൂടുതലും ഇവിടെ ആയിരിക്കും എന്നുള്ള രൂപത്തിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇവിടെ താമസിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഇതിലൂടെ പിന്നെ യാത്ര ചെയ്യുന്ന ആളുകൾ, ഈ ലൊക്കേഷനിൽ വരുന്ന ആളുകൾ, അങ്ങനെയൊക്കെയാണ് അതിന്റെ ഒരു സംഭവങ്ങൾ വരുന്നത്. കറക്റ്റ് നമുക്കൊരു ഇത് പറയാൻ ഈ ഒരു സംഭവത്തിൽ അങ്ങനെ ഒരു പിന്നെന്താ പറയാ ഇതാക്കാനും കഴിയില്ല. ചിലപ്പോൾ നമ്മളിപ്പോ ഈ ഒരു ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ടാവും, പക്ഷെ നമ്മൾ ആളുകൾ ഒരു പ്രൊഡക്റ്റിനെ എൻക്വയറി ചെയ്ത് ചിലപ്പോൾ വിളിക്കുമ്പോൾ വേറെ ഏതെങ്കിലും ഇതിനേക്കാൾ 10 50 കിലോമീറ്റർ അപ്പുറത്തുള്ള ലൊക്കേഷൻ ചിലപ്പോൾ ഉണ്ടാവും. അപ്പൊ സപ്പോസ് ചിലപ്പോൾ അവരുടെ ഫേസ്ബുക്ക് പ്രൊഫൈൽ ചിലപ്പോൾ അവിടെ മുന്നേ എപ്പോഴും വിസിറ്റ് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ അതിലൂടെ യാത്ര ചെയ്തിട്ടുണ്ടാവാം. ഇങ്ങനെയൊക്കെ വരുന്ന കുറെ കേസുകളുണ്ട്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാല്, ഇവിടെ ഇപ്പോ വീണ്ടും നമ്മൾ വന്നു കഴിഞ്ഞാല് ഇവിടെ ബ്രൗസ് എന്നുള്ളതുണ്ട്. ഇപ്പൊ നമുക്ക് ഓരോ റീജിയൻസ് ബേസ്ഡ് ആയിട്ട്, അല്ലെങ്കിൽ ഓരോ കൺട്രീസ് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇപ്പൊ ആഫ്രിക്കൻ കൺട്രീസ് കൊടുത്തു കഴിഞ്ഞാൽ ആഫ്രിക്കയിലുള്ള കുറെ കൺട്രീസ് മാത്രം അങ്ങനെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. റീജിയൻസ് അങ്ങനെ ഇതായിട്ടുള്ള പിന്നെ സെലക്ട് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിലേക്ക് അത്ര ഒരു സംഭവത്തിലേക്ക് ഇതാവണ്ട. അതിന്റെ മുമ്പ് നമുക്ക് ഈ
രൂപത്തിൽ തന്നെ നമുക്ക് ലൊക്കേഷൻ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഇപ്പോൾ ഇവിടെ ആഡ് ബൾക്ക് ലൊക്കേഷൻ ബൾക്ക് എന്നുള്ളൊരു സംഭവം കാണാം. ഇതിലൂടെയും നമുക്ക് ഇപ്പോൾ കൺട്രീസ് അല്ലെങ്കിൽ ഓരോ ടൗൺസിന്റെ അങ്ങനെ അപ്ലോഡ് ചെയ്യാനുള്ള അല്ലെങ്കിൽ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ പോസ്റ്റൽ കോഡൊക്കെ വെച്ചിട്ട് കൊടുക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. സപ്പോസ് ഞാനിപ്പോൾ അവിടെ പോസ്റ്റൽ കോഡ് കൊടുക്കുകയാണെങ്കിൽ ഏതാണ് രാജ്യം എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ എന്ത് ചെയ്യാം, ആ ഒരു രൂപത്തിൽ ഞാൻ ഇപ്പൊ ഇന്ത്യ കൊടുത്തു. ഇപ്പൊ എൻ്റെ അടുത്തുള്ള 2-3 പോസ്റ്റ് ഓഫീസുകൾ ഇത് കൊടുക്കുകയാണ് ഞാൻ. ഓക്കെ, അതിന്റെ പിൻകോഡുകൾ കൊടുക്കുക, എന്നിട്ട് മാച്ച് ലൊക്കേഷൻസ് കൊടുക്കുക. അപ്പോൾ ആ ഒരു രൂപത്തിലുള്ള ലൊക്കേഷൻസ് ഇവിടെ ഇത് കാണിക്കും. ഏകദേശം ആ ഒരു പിന്നെ പിൻകോഡിനോട് സാമ്യമുള്ള. അപ്പൊ നമ്മൾ ഈ ഒരു പിൻകോഡ് പറഞ്ഞാൽ ഒറ്റപ്പാലം ഒരു മെയിൻ എന്നുള്ള രൂപത്തിലാണ് ഇത് വരുന്നത്. ശരിക്ക് ഒറ്റപ്പാലത്തിനേക്കാൾ ഒരു 10-20 കിലോമീറ്റർ അപ്പുറത്തുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ. പക്ഷെ നമ്മള് ഇവരുടെ ഡാറ്റാബേസുമായിട്ട് ഉള്ളൊരു ഇതിൽ അങ്ങനെ വരുന്നതാണ്. ഒറ്റപ്പാലം ഈ ഒരു പോസ്റ്റ് ഓഫീസിനെ സംബന്ധിച്ച് ഒരു മെയിൻ എന്താണ് പിന്നെ RMS അങ്ങനെ എന്തൊരു ഒരു ഓഫീസ് അതിന്റെ അണ്ടറിലാണ് വരുന്നത്. അത് കാരണമാണ് ഒറ്റപ്പാലം വരുന്നത്. ഈ ഒരു ആഡിൽ ഫോർ ലൊക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഈ ഒരു പിൻകോഡ് ബേസ്ഡ് ആയിട്ടുള്ള ലൊക്കേഷൻ വന്നു. അപ്പൊ ഇത് ഞാൻ പിൻകോഡ് കൊടുത്തത് ഈ ഒരു സ്ഥലങ്ങളെ സംബന്ധിച്ച് കറക്റ്റ് ആണ്. അത് ഇതായിട്ട് വരും, കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മാത്രം നമുക്ക് പരസ്യം കാണിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കും. ഇപ്പോൾ കണ്ടോ ഈ ഒരു പിൻകോഡ് ബേസ്ഡ് ആയിട്ട് വന്നിട്ടുള്ളത്. അതല്ല, അത് ഇപ്പൊ ഇൻക്ലൂഡിലാണ് കിടക്കുന്നത്. അതായത് നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ എക്സ്ക്ലൂഡ് ലൊക്കേഷൻ കൊടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയാണ് ഈ ലൊക്കേഷൻ ആഡ് ചെയ്യുന്നത്. പിന്നെ അതിന് ശേഷം വരുന്നത് ഏജ് ബേസ്ഡ് ആയിട്ടാണ്. ഇപ്പോൾ നമുക്ക് 18 വയസ്സ് മുതൽ 65+ വരെ വയസ്സുള്ള ആളുകളെ ഇതിൽ സെലക്ട് ചെയ്യാൻ ടാർഗറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇതായിട്ട് വരുന്നുണ്ട്. സപ്പോസ് നിങ്ങളെ ഒരു പ്രൊഡക്റ്റ് ഏത് കാറ്റഗറി അല്ലെങ്കിൽ ഏകദേശം എത്ര വരുന്നതാണ് എന്നുള്ള രൂപത്തിലൊക്കെ നമ്മൾ ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക. അപ്പൊ എന്താ വെച്ചാൽ നമുക്ക് ഇവിടെ അഡ്വർടൈസ്മെന്റ് കോസ്റ്റ് കുറച്ച് കുറക്കാൻ പറ്റും. മറ്റേ ഇപ്പോൾ നമ്മളിപ്പോ നമ്മളൊരു പ്രൊഡക്റ്റ് മിക്ക ഒരു 18 മുതൽ പിന്നെ വണ്ടി ഉപയോഗിക്കുന്ന ആളുകൾ, സപ്പോസ് ഒരു 50 അല്ലെങ്കിൽ 60 വരെക്കുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ 50 വരെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇപ്പൊ കുറച്ച് വണ്ടീനോട്ടൊരു ഇതുള്ള ആളുകളൊക്കെ, അതിനുശേഷമുള്ള ആളുകൾ പിന്നെ അധികം വണ്ടി ഉപയോഗിക്കുന്നവരുണ്ടാവാം. ഇങ്ങനത്തെ പ്രൊഡക്റ്റ് ഒക്കെ ഉപയോഗിക്കാൻ കുറച്ച് ചാൻസ് കുറവായിരിക്കും എന്നുള്ളൊരു ഇതുണ്ടാവാലോ. അതുപോലെ ഇപ്പോ സ്ത്രീകള് അവര് ഉപയോഗിക്കാത്തൊരു സംഭവമാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ മെൻ എന്നുള്ള സംഭവം മാത്രം മതി എന്നുള്ള രൂപത്തിലൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. അതല്ല നമുക്കൊരു ഡീറ്റെയിൽഡ് ടാർഗറ്റിംഗ് എന്നുള്ള രൂപത്തിലേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ സപ്പോസ് നമുക്ക് ഓരോ ആളുകളുടെ എഡ്യൂക്കേഷൻ ബേസ് ചെയ്തിട്ടൊക്കെ ആയിട്ട്. പക്ഷെ ഇതൊക്കെ അധികം അവരുടെ പ്രൊഫൈലും കൂടി ആ ഒരു പ്രൊഫൈലിൽ ഇപ്പൊ അവര് പോസ്റ്റ് ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഗ്രാജുവേറ്റ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിലാണ് ഇത് കുറച്ചുകൂടിയൊക്കെ ഇതായിട്ട് വർക്ക് ചെയ്യുള്ളൂ. പക്ഷെ ഇപ്പോൾ ഇത്രയൊന്നും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്യാറില്ല. കാരണം ഫേസ്ബുക്ക് തന്നെ കുറെ ഈ ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. മുമ്പൊക്കെ ഈ ഒരു സംഭവം ഇതായിട്ട് കൊടുത്തിരുന്നു. ഇപ്പോൾ ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രി ആ രൂപത്തിൽ അല്ലെങ്കിൽ അതുമായിട്ട് ഇൻട്രസ്റ്റ് ഉള്ള ആളുകളെ കാണിക്കുക എന്നുള്ളതാണ്. അപ്പൊ അവരെന്താ വെച്ചാൽ മുന്നേ ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള സെർച്ചുകൾ നടത്തിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള പേജുകളോ ഗ്രൂപ്പുകളോ അല്ലെങ്കിൽ അതുപോലുള്ള കണ്ടന്റുകളോ ഒക്കെ കാണുക, അല്ലെങ്കിൽ അങ്ങനത്തെ ഇതിലൊക്കെ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അതെല്ലാം അവിടെ റെക്കോർഡ് ചെയ്ത് ഇതാവുന്നുണ്ടെന്നാണ് നമ്മളൊരു ബേസിക് ആയിട്ടുള്ളൊരു ഇത് വരുന്നത്. അപ്പൊ അതിനനുസരിച്ചിട്ട് നമ്മള് ആഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ബിഹേവിയർ ബേസ്ഡ് ആയിട്ട് ഇപ്പൊ ഏതൊക്കെ ആളുകൾ അതിൽ ആനിവേഴ്സറി ബേസ്ഡ് ആയിട്ട്, പിന്നെ ഡിജിറ്റൽ ആക്ടിവിറ്റീസ്. ഇപ്പോൾ എന്താ പറയാ, നമ്മൾ ഒരു ക്രിയേറ്റർ എന്നുള്ള രൂപത്തിലാണ് നമ്മൾ പ്രൊഫൈൽ കിടക്കുന്നുണ്ടെങ്കിൽ, അതുപോലെ ഇപ്പോൾ മൊബൈൽ ഡിവൈസ് യൂസ് ചെയ്യുന്ന, ഇപ്പോൾ ആൻഡ്രോയിഡ് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഐഫോൺ യൂസ് ചെയ്യുന്ന ആളുകൾ ഈ രൂപത്തിൽ ഇതാക്കാൻ പറ്റും. പിന്നെ ഇപ്പോൾ നമുക്ക് ട്രാവൽ കണ്ടോ, ഫ്രീക്വന്റ്ലി ട്രാവൽ ചെയ്യുന്ന ആളുകൾ, ഇത് ഈ ട്രാവലൊക്കെ വർക്ക് ചെയ്യുന്ന എങ്ങനെയാ വെച്ചാൽ, ഇപ്പൊ നമ്മള് ഫേസ്ബുക്ക് എടുത്തത് മിക്ക ആളുകൾ എന്ത് ചെയ്യും, ഐ ആം ട്രാവലിംഗ് ഫ്രം എന്ന് പറഞ്ഞിട്ട് ഒരു ട്രാവലിംഗ് അവരിപ്പോ ഈ അവരുടെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുമല്ലോ.
ഫേസ്ബുക്കിൽ വന്നിട്ട്. അപ്പോൾ അതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഇതൊക്കെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ പ്രൊഡക്റ്റുകളൊക്കെ ആണെങ്കിൽ കൊടുക്കാം എന്നുള്ളതാണ്. ഇനിയിപ്പോൾ അത് അങ്ങനത്തെ അപ്ലിക്കബിൾ അല്ലാണ്ടെങ്കിൽ ഇത് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഏജ് അല്ലെങ്കിൽ ആ രൂപത്തിലൊക്കെ സെറ്റ് ചെയ്യുക. പിന്നെ ഇപ്പോൾ ഇവിടെ ലാംഗ്വേജ് ബേസ്ഡ് ആയിട്ട് ചിലപ്പോൾ നമുക്ക് നമ്മൾ എന്ത് ചെയ്യുക, ലാംഗ്വേജ് ഒന്നും കൊടുക്കാതെ ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇപ്പോൾ അധികം കാണുന്ന ഒരു ഇതാണ്, ആഡ് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ഈ ബംഗാളികളൊക്കെ കയറി വരുന്നതൊക്കെ ഇതായിട്ട് അവർ വെറുതെ ക്ലിക്ക് ചെയ്ത് വരുന്നതാണ്. ചിലപ്പോൾ അവർക്ക് പ്രൊഡക്റ്റ് ഒന്നും ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ലാംഗ്വേജ് ബേസ് ചെയ്തിട്ടൊക്കെ വേണമെങ്കിൽ കൊടുക്കാം. ഇപ്പോൾ സപ്പോസ് മലയാളം, ആ ഒരു പ്രൊഫൈലിൽ മലയാളം എന്ന് കൊടുത്ത ആളുകൾക്ക് ആ ഒരു ആഡ് പോകും. അതുപോലെ ഇപ്പോൾ വേറെ ഇപ്പോൾ എന്തെങ്കിലും ഇംഗ്ലീഷ് എന്നുള്ള രൂപത്തിൽ കൊടുത്തു കഴിഞ്ഞാലൊക്കെ ഇതൊക്കെ കുറച്ചുകൂടി ഒരു ബെറ്റർ ടാർഗറ്റിംഗ് എന്നുള്ള രൂപത്തിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അതല്ല, ഇതൊന്നും വേണ്ട, ഇങ്ങനത്തെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ലാത്ത എല്ലാവർക്കും പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ ഓക്കെ, ഈ ഒരു സംഭവം കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. കാരണം നമുക്ക് ആവശ്യമുള്ളവരെ കാണിക്കുന്നതിൻ്റെ ഒപ്പം എന്ത് വേണം, ആവശ്യമില്ലാത്തവരെ ഒഴിവാക്കുകയും വേണം. അല്ലാന്നുണ്ടെങ്കിൽ ആവശ്യമില്ലാത്തവരിലേക്ക് നമ്മളെ അഡ്വർടൈസ്മെന്റ് പോയിട്ട് നമുക്ക് വെറുതെ ചെലവ് ഇതായിട്ട് വരും. ഒരു കാര്യമില്ലാണ്ട് ഫേസ്ബുക്കിനെ സംബന്ധിച്ച് കുറെ ആളുകൾ അഡ്വർടൈസ്മെന്റ് കാണിക്കും, പക്ഷെ നമുക്ക് എന്ത് ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടാവും. അപ്പൊ അതൊക്കെ കുറക്കാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവങ്ങൾ ചെയ്യുന്നത്. കാരണം വെറുതെ ഫേസ്ബുക്കിൽ പൈസ കൊടുത്തുകൊണ്ട് നമുക്ക് കാര്യമില്ല. നമ്മൾ ചെയ്യുന്നതിനുള്ള കാര്യം നമുക്ക് കിട്ടണം. അപ്പോൾ ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇവിടെ വരുന്നത് പ്ലേസ്മെന്റ് എന്നുള്ളൊരു കാറ്റഗറി ഇതിലാണ്. അപ്പൊ നമുക്ക് ആ പ്ലേസ്മെന്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, എവിടെയൊക്കെ നമ്മളെ ഇത് കാണിക്കണം എന്നുള്ളത്. ഈ പ്ലേസ്മെന്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് കാര്യങ്ങളാണ് വരുന്നത്. അതായത് ഇപ്പോൾ മെറ്റയുടെ പ്ലാറ്റ്ഫോമുകളാണ്. ഇപ്പൊ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ഓഡിയൻസ് നെറ്റ്വർക്ക് പറഞ്ഞപ്പോൾ നമ്മൾ ട്രൂ കോളർ പോലുള്ള ആപ്പുകളിൽ പരസ്യങ്ങൾ നമ്മൾ കാണിക്കും. പിന്നെ ത്രെഡ്സ് ഉണ്ടല്ലോ, ഇപ്പൊ നമ്മളെ മറ്റേ ആപ്ലിക്കേഷൻ, അതുപോലെ മെസ്സഞ്ചറിലൊക്കെ നമ്മളെ ആപ്ലിക്കേഷൻ ഇത് പരസ്യം കാണിക്കുക എന്നുള്ള രൂപത്തിലായിട്ട്. ഇപ്പൊ നമ്മൾ ഈ ഒരു മെസ്സഞ്ചർ ഇതിങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഇടയിൽ പരസ്യം കാണിക്കും. പക്ഷെ ഇവിടെ നിന്ന് പരസ്യം കാണിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, അത്ര അധികം ആളുകൾ ശ്രദ്ധിക്കാനൊന്നും പോകുന്നില്ല. അതൊക്കെ വളരെ ലിമിറ്റഡ് ആയിട്ട് ഉപയോഗിക്കുന്നതാണല്ലോ. അപ്പോൾ മിക്കതും എന്താണ്, ഇപ്പോൾ നമ്മളെ ഈ ഏജും അതുപോലെ ഇപ്പോൾ പ്രൊഡക്റ്റ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ ചാൻസ് ഉള്ളതായിട്ടുള്ള ആളുകളും എവിടെയാണെന്നുള്ള രൂപത്തിൽ നമ്മളൊരു പ്ലാന് ഉണ്ടാക്കിയിട്ട് ഈ സംഭവങ്ങളെല്ലാം ഇതാക്കുക. അപ്പൊ നിങ്ങളിപ്പോൾ വണ്ടിയുടെ ഈ ഒരു പ്രൊഡക്റ്റ്, അപ്പോൾ മിക്കതും ഒരു ഏജ് അല്ലെങ്കിൽ ഒരു യങ്സ്റ്റേഴ്സ് ഇതാക്കുന്ന ഒരു പ്ലാറ്റ്ഫോം രൂപത്തിൽ ഇൻസ്റ്റാഗ്രാം ഓക്കെയാണ്, ഫേസ്ബുക്കും ഓക്കെയാണ്. പിന്നെ ഓഡിയൻസ് നെറ്റ്വർക്ക് അത്ര ഒരു ഇത് വേണമെന്ന് ഞാൻ പറയില്ല, വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാമെന്ന് മാത്രം. ത്രെഡ്സും കൊടുത്തോണ്ട് അധികം യൂസേജ് ഇപ്പൊ അധികം ആയിട്ടില്ലല്ലോ, വേണമെങ്കിൽ കൊടുക്കാമെന്ന് മാത്രം. ഡിപ്പെൻസ് ഓൺ ഇതാണ് നമ്മുടെ ഒരു ടാർഗറ്റ് ഓഡിയൻസ് ഇങ്ങനെ എവിടെയൊക്കെ ഉണ്ടാവാം എന്നതിനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ ഈ ഒരു പ്ലേസ്മെന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ തന്നെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് വരുന്നതാണ്. ഇപ്പോൾ ഫേസ്ബുക്കിൽ എവിടെയൊക്കെ എന്നുള്ള രൂപത്തിൽ ഇപ്പോൾ കണ്ടോ, ഫീഡ് നമ്മൾ ഒരു സ്ക്രോൾ ചെയ്യുന്ന ഒരു സംഭവം, ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് അപ്പോൾ കാണുന്ന ഒരു രൂപത്തിൽ, അതാണ് ഫീഡ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിന്റെ ഫീഡ് നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ പരസ്യം എന്നുള്ള രൂപത്തിൽ. അതുപോലെ പിന്നെ ഫേസ്ബുക്കിന്റെ മാർക്കറ്റ് പ്ലേസിൽ, പിന്നെ എന്താ പറയാ, ത്രെഡ്സിന്റെ ഫീഡില്. ഫീഡ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംഭവത്തിനാണ് നമ്മൾ ഫീഡ് എന്ന് പറയാം. ഈ ഒരു കാണുന്ന വ്യൂവിന്, ഇതിപ്പോ നമ്മളെ ഡെസ്ക്ടോപ്പിലായതുകൊണ്ട് ഇങ്ങനെ കാണുന്നു. ഇനി അതല്ല പിന്നെ മൊബൈലിലാണെങ്കിൽ ഈ ഒരു വ്യൂ നമ്മൾ കാണുമല്ലോ, ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കില്ലേ നമ്മൾ ചെയ്യാം. അപ്പോൾ ഇതാണ് ഫീഡ് എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ ഇത് കണ്ടോ, ഇതൊരു പരസ്യമാണ്. ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള പരസ്യങ്ങൾ, ഇതൊരു പരസ്യമാണ്. ഓക്കെ, അപ്പോൾ ആ രൂപത്തിലുള്ള ഇതായിട്ടാണ് ഫീഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ പരസ്യങ്ങൾ വരാം, വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ ഇതൊക്കെ ആയിട്ട്. ഇപ്പോൾ വീഡിയോ പ്ലേ ചെയ്യുന്ന മുന്നേ, വീഡിയോ പ്ലേ ചെയ്യുന്ന ഇടയിൽ, പിന്നെ അതിന് ശേഷമുള്ള രൂപത്തിൽ ഒക്കെ ഇവിടെ നമുക്ക് വരുന്നുണ്ട്. ഇപ്പോൾ സ്റ്റോറിയുടെ
മുമ്പ് ശേഷം അല്ലെങ്കിൽ അങ്ങനെ വരുന്നുണ്ട്. ഇതാണ് ഇൻസ്ട്രീം ആഡുകൾ പറയുന്നത്. വീഡിയോന്റെ ഇടയിലും അല്ലെങ്കിൽ റീൽസിന്റെ ഇടയിലും ശേഷം അല്ലെങ്കിൽ മുമ്പൊക്കെ ആയിട്ട് വരുന്നത്. ഇപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് ഇതിൽ വരുന്നുണ്ട്. അതിപ്പോൾ ഇൻസ്റ്റഗ്രാം ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും ഒക്കെ ഇവിടെ അതിന്റെ കൂടുതൽ ഇത് വരുന്നുണ്ട്. ഇപ്പൊ ഇൻസ്റ്റാഗ്രാം റീല്, ഫേസ്ബുക്ക് റീല്, ഇൻസ്റ്റഗ്രാം സ്റ്റോറി, ഇങ്ങനെയെല്ലാം ഇതായിട്ട് വരുന്നത്. ഇൻസ്റ്റഗ്രാം എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ആഡുകൾ കാണുമല്ലോ. ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇതിപ്പോ ഒരു ആഡാണ്. Have you ever add your നമ്മളെ WhatsApp number band right in the middle? ഇതൊരു ആഡാണ്. ഇതാണ് ഇൻസ്റ്റഗ്രാം ഫീഡിലുള്ള ആഡ്. ഇപ്പൊ നമ്മള് ഒരു എക്സ്പ്ലോർ എടുത്തു കഴിഞ്ഞാൽ എന്താണ് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇതിന്റെ ഇടയിൽ ആഡുകൾ ഉണ്ടാവാം. ഇതാണ് ഇൻസ്റ്റഗ്രാം എക്സ്പ്ലോർ എന്ന് പറയുന്നത്. ഇത് നമുക്ക് അവിടെ ഒന്നും കാണിക്കണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ടിക്ക് ഒഴിവാക്കിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു പ്ലേസ്മെന്റിന്റെ ഇത്, പിന്നെ ഇപ്പോൾ ഡിവൈസ്, ഇതൊന്നും അത്ര ഇമ്പോർട്ടന്റ് കാര്യമൊന്നുമല്ല. ഇപ്പോൾ ആൻഡ്രോയിഡ് ഡിവൈസ് മാത്രം മതി, അല്ലെങ്കിൽ iOS ഡിവൈസുകൾക്ക് മാത്രം മതി, എല്ലാ ഡിവൈസുകളും കൊടുക്കുക. അതൊരു സ്പെസിഫിക് പ്രൊഡക്റ്റും ആയിട്ടൊന്നും നമ്മൾ അത്ര ചെയ്യുന്നില്ലല്ലോ. പിന്നെ വരുന്നതൊന്നും ഇത്ര ഇതായിട്ടുള്ള കാര്യമൊന്നുമല്ല. ബ്രാൻഡ് സേഫ്റ്റി, സ്യൂട്ടബിലിറ്റി, ഇതൊന്നും നമുക്ക് ചെയ്യാൻ അവിടെ ഒന്നുമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞ ഇത് പ്രകാരം ഇപ്പോ ഏത് ഇപ്പൊ നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻസും കൂടി യോജിപ്പിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോ സെലക്ട് ചെയ്തിരുന്നത് കൊടുത്ത ബജറ്റും സെലക്ട് ചെയ്ത് കഴിഞ്ഞ ഓഡിയൻസ് എല്ലാം ബേസ് ചെയ്തിട്ട്, അതായത് 200 രൂപ ഞാൻ ബജറ്റ് കൊടുത്തു ഒരു ദിവസത്തിന്. അതുപോലെ ഈ ലൊക്കേഷനുകളും ഞാൻ കൊടുത്തു. പിന്നെ എന്താണ്, ഈ ഏജ് ഗ്രൂപ്പും ഞാൻ കൊടുത്തു. പിന്നെ അതുപോലെ ഈ ജെൻഡറും ഞാൻ കൊടുത്തു, മെൻ എന്നുള്ളതായിട്ട്. പിന്നെ ലാംഗ്വേജ് ഞാൻ കൊടുത്തു, ഈ 2 ലാംഗ്വേജ്. ഇതിനെ ബേസ് ചെയ്തിട്ട് ഫേസ്ബുക്ക് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ കണ്ടോ, ഈ ഒരു ഭാഗത്ത് ഇത്ര ഓഡിയൻസ് നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്, എസ്റ്റിമേറ്റഡ് ഓഡിയൻസ് എന്നുള്ള രൂപത്തിൽ. എത്ര 24 ലക്ഷം മുതൽ 28 ലക്ഷം വരെ. നമ്മൾ ആ ഒരു എസ്റ്റിമേറ്റഡ് ഡെയിലി റിസൾട്ട്സ് ആർ അൺഅവൈലബിൾ എന്നാണ് പറഞ്ഞിട്ട് നിൽക്കുന്നത്. പക്ഷെ ഇത് കാര്യമാക്കേണ്ട പ്രശ്നം ഇതൊന്നുമില്ല. നമ്മളിവിടെ കുറച്ച് സെലക്ട് ചെയ്തത് കുറച്ച് പിന്നെ കുറഞ്ഞു പോയി എന്നുള്ള രൂപത്തിൽ ആയതുകൊണ്ട് വരുന്നൊരു ഇതാണ്. ഇപ്പൊ ഞാൻ ഈ ഒരു സംഭവം മാറ്റിയിട്ട് എന്താണ് ഒരു കേരള കൊടുത്തു കഴിഞ്ഞാൽ കാണിച്ചു തരാം. കേരള കൺട്രി. അപ്പോൾ കുറച്ചധികം ഇതായിട്ട് വന്നിട്ടുണ്ടാവും. അതായത് ആ ഒരു കേരള തന്നെ കൊടുത്ത് ഞാൻ പിന്നെ ലാംഗ്വേജ് സെയിം തന്നെയാണ്, പിന്നെ ജെൻഡറും സെയിം തന്നെയാണ്, ഏജും നേരത്തെ പോലെ സെയിം തന്നെ കൊടുത്ത്, പിന്നെ എന്താണ് ബജറ്റും സെയിം തന്നെ കൊടുത്ത്. അപ്പോൾ കുറച്ച് ഇതുകൾ കൂടിയത് കണ്ടോ. ആ ഒരു 56 ലക്ഷം മുതൽ 66 ലക്ഷം വരെ ഒരു ആളുകൾ ഉണ്ട് ഈ ഒരു ഏരിയ ആയിട്ട്. നമ്മൾ കൊടുത്ത ബജറ്റിനും നമ്മൾ കൊടുത്ത പിന്നെ അനുസരിച്ചിട്ട് എന്താണ് ഇത്രയും ആളുകൾ ഒരു ദിവസം കാണാം എന്നാണ് പറയുന്നത്. എസ്റ്റിമേറ്റഡ് ഇതേ പറയുള്ളൂ. ഒരിക്കലും ഇപ്പൊ നമുക്കൊരു കറക്റ്റ് ഒരു വ്യൂ ഇത് കിട്ടുള്ളത്. ചില ദിവസം 10,000 ആവാം, ചില ദിവസം 15,000 ആവാം, ചിലപ്പോൾ 20,000 ആവാം, ചിലപ്പോൾ 8,000 അല്ലെങ്കിൽ അതിൽ കുറവും ഒക്കെ ആവാം. അങ്ങനെയാണ് ഇതിന്റെ ഒരു സംഭവം വരുന്നത്. എന്നിട്ട് പിന്നെ നമ്മൾ നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്തൊരു ഇതിലേക്ക് പോകും, പിന്നെ ആഡ്സ് എന്നുള്ള ഇതിലായിട്ട്. അപ്പൊ അവിടെയും നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ആഡ്സിന് വേണമെങ്കിൽ പേര് കൊടുക്കാം. അതുപോലെ പിന്നെ ഐഡന്റിറ്റി പറഞ്ഞൊരു ടാബ് കാണാം. പാർട്ണർഷിപ്പിൽ പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മൾ വേറെ പേജും അതിൽ മെൻഷൻ ചെയ്യുന്ന, വേറെ പേജുമായിട്ട് ഇപ്പൊ നമ്മൾ കൊളാബ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു സംഭവം വരുന്നുള്ളൂ. പക്ഷെ ഇത് ഇപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ള സംഗതിയൊന്നുമല്ല. ചില ആഡുകളൊക്കെ കണ്ടിട്ടില്ല. ഇപ്പൊ നിങ്ങൾ ഈ എമ്മ മാട്രസിന്റെ ഒക്കെ ആഡ് കാണാം. അവരൊരു കൊളാബായിട്ട് ചെയ്തിട്ട്, അതായത് ഏതെങ്കിലും ക്രിയേറ്റേഴ്സ്, യൂട്യൂബേഴ്സ്, അങ്ങനത്തെ ആളുകളും പിന്നെ പ്ലസ് ആ എമ്മ മാട്രസിന്റെ ഒരു ഇത് കൂടിയൊക്കെ ആയിട്ട് ചെയ്യുന്നത്.
ഇതിപ്പോ ഒരു ആഡാണ്. ഇവിടെ 2 പേജുകളോ അല്ലെങ്കിൽ 2 ഇതൊക്കെ ആയിട്ട് കാണും. അതായത് കൊളാബ് എന്നുള്ള രൂപത്തിൽ ചെയ്യുന്ന ഒരു സംഭവമാണ്. അത് നമുക്ക് അത്ര ആവശ്യമില്ല. ഇവിടെ ഐഡന്റിറ്റി എന്നുള്ളൊരു സംഭവത്തിൽ വരും. നമ്മൾ മുമ്പത്തെ വിൻഡോയില് സ്ക്രീനിൽ നമ്മൾ ഫേസ്ബുക്ക് പേജ് സെലക്ട് ചെയ്തിരുന്നു. ആ ഒരു ഫേസ്ബുക്ക് പേജ് ഇവിടെ വരും. അപ്പോൾ അതിന്റെ ഒപ്പം തന്നെ എന്ത് ചെയ്യും, ഇൻസ്റ്റാഗ്രാം പേജും, ഈ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്, ഈ ഒരു നമ്മളെ പ്രൊഫൈലിൽ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടാവുമല്ലോ, അപ്പോൾ നമ്മളെ പേജിന്റെ ഒപ്പം നമ്മൾ കമ്പനിക്ക് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്ത് ആ ഒരു സംഭവം, അതായത് ഈ ഒരു പേജുമായിട്ട് കണക്ട് ചെയ്ത അക്കൗണ്ട് നമ്മൾ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതൊക്കെ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു കണക്ട് ചെയ്യുന്നതൊക്കെ. അപ്പൊ ഇതിലേക്ക് കണക്ട് ചെയ്ത ഒരു അക്കൗണ്ട് ഇവിടെ കാണിക്കും, അതും സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ അതിന്റെ ഒപ്പം ത്രെഡ്സ് നമ്മൾ മുമ്പ് ഇവിടെ ആഡ് ചെയ്യുമ്പോൾ അതിന്റെ പ്ലേസ്മെന്റ് സെലക്ട് ചെയ്തിരുന്നു. അപ്പൊ അത് കാരണം ത്രെഡ്സിന്റെ ഇതും വരും. അപ്പൊ അതും സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ ഇൻസ്റ്റാഗ്രാം ഇല്ല, ഫേസ്ബുക്കിൽ മാത്രമാണ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവങ്ങളൊന്നും ഇവിടെ വരില്ല. ഫേസ്ബുക്ക് പേജ് മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ. എന്നിട്ട് നമ്മൾ പിന്നെ ഇവിടെ ക്രിയേറ്റ് ആഡ് എന്നുള്ളൊരു സംഭവമുണ്ട്, യൂസ് എക്സിസ്റ്റിംഗ് പോസ്റ്റ് എന്നുള്ളൊരു സംഭവമുണ്ട്. അപ്പോൾ ക്രിയേറ്റ് ആഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഒരു ആഡിന്റെ ഇപ്പോ ക്രിയേറ്റീവ് കൊടുക്കുക. അത് ഒന്നുകിൽ വീഡിയോ ആവാം, അല്ലെങ്കിൽ ഇമേജ് ആവാം, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഇമേജ് ആവാം. ഇതിപ്പോ ഒരു ആഡാണ്. ഇതിന്റെ ഒരു വീഡിയോ ആണ് ഈ ഒരു സംഭവം ഫസ്റ്റ് വരുന്നത്. പിന്നെ ഇതിനോടുള്ള ആക്ഷൻ ആണ് പിന്നെ എന്ത്, ഈ ഒരു വെബ്സൈറ്റിൽ അല്ലെങ്കിൽ ലാൻഡിംഗ് പേജിൽ പോയിട്ട് അവിടെ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ലീഡ് എന്നുള്ള രൂപത്തിൽ നടക്കുന്നത്. പക്ഷെ ഇത് എന്താണ്, ഇതിന്റെ ഒരു ഫസ്റ്റ് പിന്നെ ഇന്റർഫേസ് ആണ് ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഇമേജ് എന്നുള്ളത്. ആ ഒരു സംഭവമാണ് നമ്മൾ ഇവിടെ ഇതാക്കി കൊടുക്കുന്നത്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, സിംഗിൾ ഇമേജോ അല്ലെങ്കിൽ വീഡിയോ സെലക്ട് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ അല്ലാണ്ട് കറോസൽ, ഇപ്പൊ നമുക്ക് മൾട്ടിപ്പിൾ ഇമേജസ് എന്നുള്ള രൂപത്തിൽ ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ കാണിച്ചു തന്നു കഴിഞ്ഞാൽ, ഒരു ഇമേജുള്ള ഇതെല്ലാം വീഡിയോയാണ്. ഇവിടെ കാണുന്നില്ല. ഇതൊരു ഇമേജ് ഉള്ളൊരു ആഡാണ്. ഇതുപോലെ ചില ആഡുകൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ ഇമേജ് മാത്രമല്ല, മൾട്ടിപ്പിൾ ഇമേജ് ഉണ്ട്. ഇവിടെ നമുക്കൊരു ഒരു സ്ക്രോൾ ചെയ്യാനുള്ള ഒരു ബട്ടൺ ഇതായിട്ട് കാണാം. അപ്പൊ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ഇമേജിലും അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഉള്ള രൂപത്തിൽ ആ സംഭവത്തിന് പറയുന്ന ഒരു പേരാണ് കറോസൽ എന്ന് പറയുന്നത്. അങ്ങനെ കൊടുക്കാം. പിന്നെ കളക്ഷൻ എന്ന് പറയുന്നതും ആ ഒരു രൂപത്തിൽ തന്നെ വരുന്ന ഒരു സംഭവമാണ്, മൾട്ടിപ്പിൾ ഇമേജുകൾ വെച്ചിട്ട് ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു സംഭവം അറിയാം, ഈ സിംഗിൾ ഇമേജ് ഓർ വീഡിയോ എന്നുള്ള രൂപത്തിൽ. അപ്പൊ അത് സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു മൾട്ടി അഡ്വർടൈസർ ആഡ് ചെയ്തുള്ളൊരു സംഭവം കാണാം. ഇതിന്റെ ടിക്ക് ഒഴിവാക്കാം. അല്ലാണ്ട് നമ്മളെ ആഡ് എന്ത് ചെയ്യും, മറ്റുള്ള ആഡുകളുടെ ഒപ്പം പോകും. അതായത് ഇപ്പൊ നമ്മൾ സപ്പോസ് ചെറിയൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നതിന്റെ ഇടയിൽ ഒരു ആഡ് വരികയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു വീഡിയോ കണ്ടിട്ട് ഒരു ആഡ് വരികയാണെന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യും, ചിലപ്പോൾ മറ്റുള്ളവരുടെ ആഡ് ആയിക്കാരം കാണാം. പിന്നെ നമ്മളെ ആഡുകൾ അതിൽ കയറി വരും. അപ്പൊ നമ്മളെ ആഡുകൾ ആളുകൾ കാണാൻ നിൽക്കൂല, അതിന്റെ മുന്നേ എക്സിറ്റ് ആയിട്ട് അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ടൊക്കെ കളയും. അപ്പൊ അതിന് വേണ്ട, നമ്മളെ ആഡ് മാത്രമായിട്ട് കൊടുക്കുന്ന രൂപത്തിൽ വരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മൾട്ടി അഡ്വർടൈസർ ആഡ് എന്നുള്ളത് ഇത് വരുന്നത്. പിന്നെ ആഡ് ക്രിയേറ്റീവ്. ഇപ്പൊ ഇവിടെ നമ്മൾ ഈ ഒരു സിംഗിൾ ഇമേജ് ഒരു വീഡിയോ സെലക്ട് ചെയ്ത കാരണം ഇവിടെ നമുക്ക് അടുത്തത് എന്ത് വേണം, ഇതിലേക്ക് കൊടുക്കേണ്ട, അതായത് ഈ രൂപത്തിൽ വരേണ്ടതായിട്ടുള്ള സംഭവങ്ങൾ കൊടുക്കണം. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു എഡിറ്റ് മീഡിയ എന്നുള്ളൊരു സംഭവം എടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് വേണ്ട കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഇതായിട്ട് വരും. അത് ഒന്നുകിൽ നമുക്ക് ഇവിടെ വീഡിയോ അപ്ലോഡ് ചെയ്യാം, അല്ലാണ്ടെങ്കിൽ ഇമേജ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഓൾറെഡി കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി പുതിയൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ അപ്ലോഡ് കൊടുത്തിട്ട് എന്ത് ചെയ്യാം, ഇവിടുന്ന് ആ വീഡിയോ അല്ലെങ്കിൽ എന്താണോ ഉള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് ഇതായി കഴിഞ്ഞാൽ ഇതിലേക്ക് അത് അപ്ലോഡ് ആവും, ഇവിടെ അത് പിന്നെ വരികയും ചെയ്യും. ഇപ്പോൾ ഓൾറെഡി ഇവിടെ കിടക്കുന്ന വീഡിയോ ആണ്. നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി അല്ലാണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വേറെയും വീഡിയോകൾ കിട്ടും. ഇപ്പൊ നമ്മൾ പിന്നെ ഇൻസ്റ്റഗ്രാം ഇതിൽ പോസ്റ്റ് ചെയ്തതോ അല്ലെങ്കിൽ നമ്മുടെ പിന്നെ പേജിൽ പോസ്റ്റ് ചെയ്തതോ അങ്ങനത്തെ രൂപത്തിലുള്ളതൊക്കെ ഇവിടെ
കാണാനും പറ്റും. അപ്പോൾ നമ്മൾ ഓൾറെഡി ചെയ്ത് റീസെന്റ് ആയിട്ട് ചെയ്ത വീഡിയോസ് അല്ലെങ്കിൽ റീസെന്റ് ആയിട്ട് അപ്ലോഡ് ചെയ്ത കാര്യങ്ങൾ ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇത് ഇമേജ് എന്നുള്ള ഇതിലാണ് വന്നിട്ടുള്ളത്. ജസ്റ്റ് ഒരു സെക്കൻഡ്. ഇത് ഡിലീറ്റ് ചെയ്യുക, ആഡ് മീഡിയ കൊടുക്കുക. അതൊരു മീഡിയ ഒരു ഇത് ചില സമയത്ത് വന്ന് കിടക്കുന്നുണ്ട്. ഒരു ഇമേജ് നേരത്തെ ഒരു ഇമേജ് ഉണ്ടായിരുന്നു, അത് ഡിലീറ്റ് ചെയ്തു. ആഡ് മീഡിയ കൊടുത്തു കഴിഞ്ഞാൽ ആഡ് വീഡിയോ ആഡ് ഇമേജ് എന്ന് കൊടുക്കും. ഞാനിപ്പോൾ ആഡ് വീഡിയോ കൊടുക്കുകയാണ്. അപ്പോൾ അത് ഒന്നുകിൽ നേരത്തെ പറഞ്ഞ പോലെ അപ്ലോഡ് ചെയ്യാം, അല്ലാണ്ടെങ്കിൽ ഓൾറെഡി ഇവിടെ ഉള്ള വീഡിയോ ഒന്ന് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഒരു വീഡിയോ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നെക്സ്റ്റ് കൊടുക്കാം. അതിനെ അടുത്തൊരു ട്രിം എന്നുള്ളൊരു ഇതിലേക്ക് പോകും. എന്നുവെച്ചാൽ അതിൻ്റെ ഒരു ലെങ്ത് കുറക്കണോ എന്നൊക്കെ ചോദിച്ചത്. പക്ഷെ നമ്മൾ ഓൾറെഡി ഉള്ള ലെങ്ത് തന്നെ ഇതിന് വേണ്ട ലെങ്ത് തന്നെയാണ് ആ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കുറക്കാനൊന്നുമില്ല. പിന്നെ സ്കിപ്പ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. ക്രോപ്പ് ആൻഡ് എന്ന് പറഞ്ഞിട്ട് വരും, ക്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഓരോ രൂപത്തിൽ ഓരോ സ്ഥലത്തും ഈ രൂപത്തിലായിരിക്കും അതിൻ്റെ പിന്നെ എന്താ പറയാ ആഡുകൾ പോവുക എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അപ്പോൾ വെർട്ടിക്കലായിട്ട്, അതായത് ഇതുപോലുള്ള പിന്നെ സ്ഥലത്ത്, അതായത് റീൽ ബേസ്ഡ് ആയിട്ടുള്ള സ്ഥലത്ത് ഈ രൂപത്തിലായിരിക്കും ആ ഒരു വീഡിയോ കാണിക്കുക. അതായത് ഇത് ഈ രൂപത്തിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്, സ്ക്വയർ എന്നുള്ള രൂപത്തിലാണ്. അപ്പോൾ സെൻട്രലായിട്ടായിരിക്കും വരിക. ഇനി അതല്ല, ഇവിടേക്ക് ഞാൻ വേറൊരു വീഡിയോ വേണമെങ്കിൽ ഇട്ട് കൊടുക്കണമെങ്കിൽ ഇട്ട് കൊടുക്കുക ചെയ്യാം. സ്ക്വയർ എന്നുള്ള സ്ഥലത്ത്, അതായത് ഇപ്പോൾ ഇതൊരു സ്ക്വയർ വീഡിയോ ആണ് നമ്മൾ ഈ ഒരു സ്ക്രീനിൽ കണ്ടത്. ഇതൊരു റീൽ ടൈപ്പ് വീഡിയോ ആണ് കണ്ടത്. അപ്പൊ ഈ സ്ഥലത്ത് കണ്ട ഒരു ബ്ലാക്ക് ആയിട്ട് വരുന്നത് ഇങ്ങനെ ആയിരിക്കും വരിക. ഇത് സ്ക്വയർ അല്ല, നമ്മളൊരു യൂട്യൂബിന്റെ ഒക്കെ ഒരു സൈസ് ആയിട്ട് വരുന്നതാണ്. എപ്പോഴും സ്ക്വയർ ആയിട്ടുള്ളത് കൊടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അതിലൂടെ കുറച്ച് പിന്നെ ടെക്സ്റ്റ് കൂടി കാണിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് കുറച്ചുകൂടി നല്ലൊരു ബെറ്റർ ആയിട്ടുള്ള ഒരു സംഭവമാണ് എന്ന് പറയാം. ഈ ഈ ഈ രൂപത്തില് എവിടെ ഈ രൂപത്തിലൊക്കെ ആയിട്ട്, അതായത് ഒരു വീഡിയോ സെന്ററിൽ അതിന്റെ താഴെയും മേലെയും നമ്മളൊരു കണ്ടന്റ് എഴുതിയിട്ടുള്ള രൂപത്തിൽ. അപ്പൊ എന്താ വെച്ചാൽ നമുക്ക് ഇവിടെ അതൊരു സംഭവം ആളുകൾക്ക് പെട്ടെന്ന് നോക്കിയെടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഞാൻ മിക്കവാറും ഈ രൂപത്തിലാണ് വീഡിയോ ഈ ആഡിന് വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ എന്താ പറയുക, 30 টাকার লটারি কেটে কোটিপতি মিষ্টির দোকানের কর্মচারী বিপিন রায় സെൻട്രലിലെ ഒരു സംഭവം പ്ലേ ആവും. ബാക്കി ഇവിടെ അതിന്റെ ഡീറ്റെയിൽസ് ഫിക്സഡ് ആയിരിക്കും, അല്ലാണ്ടെങ്കിൽ ഇങ്ങനെ മാറിക്കൊണ്ടൊക്കെ വരും. ഇപ്പോൾ ഇവിടെ വെബിനാർ അല്ലെ ആ രൂപത്തിലേക്ക് ഇനി രജിസ്റ്റർ നൗ അല്ലെങ്കിൽ ആ സൈസിലൊക്കെ ഇങ്ങനെ ഇതായിക്കൊണ്ടിരിക്കും. ഇനിയിപ്പോൾ ഈ വീഡിയോ അല്ല, ഇമേജ് ആയിട്ടും ഈ രൂപത്തിൽ ഇതുപോലെ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നമുക്കിവിടെ സെലക്ട് ചെയ്യുന്നിടത്ത് മാറ്റി കൊടുത്താൽ മതി. അപ്പോൾ ഈ ഇതിലായിരിക്കും. എന്നിട്ട് അത് നെക്സ്റ്റ് കൊടുക്കുക. പിന്നെ ആ ഒരു വീഡിയോക്കൊപ്പം തന്നെ നമ്മൾ അതിൻ്റെ ഒരു ചെറിയൊരു ഡീറ്റെയിൽസ് ഉള്ള രൂപത്തിൽ ഇപ്പൊ ഒരു വരുന്നത് പ്രൈമറി ടെക്സ്റ്റ്, അതുപോലെ അതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് ഉള്ള രൂപത്തിൽ വരുന്നുണ്ട്. അപ്പോൾ അത് ഇതിപ്പോ ഒരു AI ജനറേറ്റ് ആയിരുന്നു. ഞാൻ മുന്നേ ഉള്ളൊരു പിന്നെ കണ്ടന്റ് വെച്ചിട്ട് വരുന്നതാണ്. ഞാൻ വാട്സപ്പ് റിലേറ്റഡ് ആയിട്ട് ഒരു കണ്ടന്റ് മുന്നേ കൊടുത്തിട്ടുണ്ടായിരുന്നു, മുന്നത്തെ പഴയ ആഡിലെല്ലാം. അപ്പൊ അത് റിലേറ്റഡ് ആയിട്ട് ഇപ്പൊ വരുന്നതാണ്. അപ്പോൾ അതാണ് എന്നെങ്കിൽ അങ്ങനെ കൊടുക്കുക. ഇപ്പൊ എല്ലാം ഫ്രഷ് ആയിട്ടാണെങ്കിൽ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മൾ ഇവിടെ കൊടുക്കുക. അപ്പൊ ടെക്സ്റ്റ് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അപ്പൊ നമുക്ക് ChatGPT ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അത് ചെയ്യാൻ പറ്റും. ഒന്നുമില്ല, നമ്മൾ എന്താണ് ആഡ് കൊടുക്കുന്നത്, അതിനെന്ത് പിന്നെ പ്രൈമറി ടെക്സ്റ്റും പിന്നെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം കൊടുക്കും എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ChatGPT കൊടുത്തത് ഇന്ന ഐഡിയ ആണ് എന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. അപ്പൊ അതിനനുസരിച്ചുള്ളൊരു പ്രൈമറി ടെക്സ്റ്റും കാര്യങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്ത് തരും. അപ്പൊ അത് ജസ്റ്റ് കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. നമുക്ക് എന്തെങ്കിലും കറക്റ്റ് അല്ലേ നോക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു സംഭവം കൊടുക്കുകയും ചെയ്യും. ഞാനിപ്പോ ഇതെല്ലാം അങ്ങനെ ഉപയോഗിച്ച് ചെയ്തതാണ്. എന്നിട്ടത് ഡൺ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അടുത്ത ഒരു ഇതിലേക്ക് വരും. കണ്ടോ? അപ്പൊ ആ ഒരു
ഈ രൂപത്തിലായിരിക്കും ഈ ഒരു ആഡ് വരിക എന്നുള്ള അതിന്റെ ഒരു പ്രിവ്യൂ ഇവിടെ കാണിക്കും. അഡ്വാൻസ്ഡ് പ്രിവ്യൂ എടുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടി നമുക്ക് കാണിക്കും ഓരോ ഭാഗത്തും എങ്ങനെയായിരിക്കും ആഡ് വരിക എന്നുള്ളതായിട്ട്. കണ്ടോ? അപ്പോ ഇത് ഫേസ്ബുക്ക് ഫീഡ്, നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന സ്ഥലത്ത്, ഇത് ഇൻസ്റ്റഗ്രാമിന്റെ ഫീഡ്, ഈ ഇൻസ്റ്റഗ്രാമിന്റെ സ്റ്റോറി, ആ സ്ഥലത്ത് ഇതുപോലെയായിരിക്കും. ഇത് ഫേസ്ബുക്കിന്റെ സ്റ്റോറി. സ്റ്റോറി പറഞ്ഞാൽ നമുക്കറിയാലോ. അപ്പൊ ഇവിടെ നമുക്ക് ഈ മുകളിൽ ഈ ഒരു സംഭവത്തിൽ അതുപോലെ ഇവിടെ ഇപ്പോൾ ആഡുകൾ നമുക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും ചില സമയത്തൊക്കെ, അല്ലെ ഇത് പ്ലേ ചെയ്യുമ്പോഴൊക്കെ അറിയാൻ പറ്റും. അപ്പോ പിന്നെ ഫേസ്ബുക്ക് വീഡിയോ ഫീഡ്, എന്താ പറയാ, റീൽസിൻ്റെത് ഒക്കെ ഇവിടെ ഉണ്ട്. കേട്ടോ? ഫേസ്ബുക്കിൽ റീൽസിന്റെ ഇടയിലൂടെ ഇപ്പോൾ നമ്മൾ ആഡ് വരികയാണെങ്കിൽ ഈ രൂപത്തിലായിരിക്കും. അപ്പോൾ റീൽസിന്റെ ഇവിടെ ഉണ്ട് ബ്ലാക്ക് വന്നിട്ടുള്ളത്, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ. അപ്പൊ ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെയുള്ള വെർട്ടിക്കൽ ആയിട്ടുള്ള വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. ഇതിപ്പോ ഞാനൊരു കോമൺ എന്നുള്ളൊരു വീഡിയോ ആയിട്ട് ചെയ്തതാണ്, കുറച്ചുകൂടി അട്രാക്ഷൻ വരാൻ വേണ്ടിയിട്ട്, അതായത് ഈ ഒരു ഗ്യാപ്പ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ. ഇപ്പൊ ഫുൾ ആയിട്ടുള്ള വീഡിയോ കൊടുക്കുക. ഞാൻ അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, പുതിയൊരു രൂപത്തിൽ നമ്മൾ വീഡിയോ ചെയ്യും. എങ്ങനെ വെച്ചിട്ടാ അതിന്റെ ഒരു സംഭവം കാണിച്ചു തരാം. ഇത് എഡിറ്റ് ചെയ്യാം. ഇത് എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഈ വീഡിയോ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് ഫുൾ വീഡിയോ ആണ്. ഉണ്ടോ? ഇത് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ. ഇപ്പൊ റീലിന് ആ ഒരു വീഡിയോ ആയിരിക്കും, സെയിം കണ്ടന്റ് തന്നെയാണ്, പക്ഷെ എന്താണ് കുറച്ച് മാറ്റം വരുത്തിയിട്ടുണ്ട്, അതിന്റെ ഒരു വ്യൂവില് മാറ്റം വരുത്തിയിട്ടുണ്ട് എന്നുള്ള സംഭവമാണ്. അപ്പൊ ഞാൻ ഈ ഒരു റീൽ സംഭവം ഞാൻ കാണിച്ചു തരാം. റീലിൽ നേരത്തെ വന്നതിനേക്കാൾ കുറച്ചുകൂടി ഇതായിട്ട് വന്നിട്ടുണ്ടാവും, കുറച്ചുകൂടി സ്പേസ് കുറച്ചിട്ട് ഇതായിട്ട് വന്നു. ഒരു സെക്കൻഡ്. സ്റ്റോറീസ് വേറൊരു വീഡിയോ എവിടെയോ കടന്നിരുന്നല്ലോ. ഇത് തന്നെ. ഇങ്ങനെയും ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് റീലിന്റെ ഇതിൽ വരുമ്പോ ഇങ്ങനെയാവും. റീൽ അപ്ലോഡ് ചെയ്യാം. റീല് നമുക്ക് മൊബൈൽ റീൽ. അപ്പൊ ഈ ഒരു രൂപത്തിൽ, അതായത് ഇതുപോലെ ഫുള്ളായിട്ട് കൊടുക്കുക എന്നുള്ള രൂപത്തിൽ. ഇതിപ്പോ നമുക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇതിന്റെ ഇടയിൽ ആഡ് വരുമല്ലോ, അപ്പൊ ഫുള്ളായിട്ട് സ്ക്രീനിൽ വരുന്ന രൂപത്തിൽ. അപ്പൊ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എങ്ങനെ വെച്ചാല് ഇതുപോലെയും കൊടുക്കുന്നുണ്ട്. അതായത് ഇവിടെ ഫുൾ എംറ്റി ആയിട്ട് കൊടുക്കും, അല്ലെങ്കിൽ ടെക്സ്റ്റ് ആയിട്ട് കൊടുക്കും. പിന്നെ ഇവിടെ ആ ഒരു വീഡിയോ ചെറിയ രൂപത്തിൽ കൊടുക്കും. അതായത് ഈ ഒരു വീഡിയോ തന്നെ സെയിം ആയിട്ട് കൊടുക്കും. ഞാൻ ഈ കൊടുത്ത അതേപോലെ തന്നെ, പക്ഷെ എന്താണ് കുറച്ചുകൂടി ഈ ഒരു ബ്ലാക്ക് കളയാൻ വേണ്ടിയിട്ട് ഇവിടെ കുറച്ചുകൂടി ടെക്സ്റ്റ് വേണമെങ്കിൽ കൊടുക്കാന്ന് മാത്രം. വീഡിയോ നമ്മൾ ചെയ്യുന്ന സമയത്ത് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അതില് ഒരു വീഡിയോ നമുക്കിപ്പോ ക്രോപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനത്തെ ചെയ്യാന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. തമ്പനെയിൽ കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കണം. ആ ഒരു ഫസ്റ്റ് വീഡിയോന്റെ ഒരു ഐഡന്റിഫൈ ചെയ്യാനുള്ള രൂപത്തിൽ പ്രൈമറി ടെക്സ്റ്റ് ഇതൊക്കെ പിന്നെ നമ്മൾ നേരത്തെ ചെയ്തതിനെ കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ മതി. അപ്പൊ അതിലേക്ക് മുന്നേ ചെയ്ത ഒരു പ്രൈമറി ടെക്സ്റ്റ് തന്നെ നമുക്കിവിടെ വരും എല്ലാത്തിലും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ അതിന്റെ ഞാൻ പറയാം ChatGPT ഉപയോഗിച്ചിട്ട് അതിന്റെ ഒരു പ്രൈമറി ടെക്സ്റ്റും ഹെഡ്ലൈനും പിന്നെ ഡിസ്ക്രിപ്ഷനും എല്ലാം ക്രിയേറ്റ് ചെയ്യാം. ആ ഒരു സംഭവം പ്രോംപ്റ്റ് ചെയ്യുമ്പോൾ തന്നെ എല്ലാം ക്രിയേറ്റ് ചെയ്യും. അത് ഓരോന്നായിട്ട് ഇവിടെ കോപ്പി ചെയ്ത് കൊടുത്താൽ അപ്പൊ ഇതിന്റെ റിസൾട്ട് ഇതില് ഇതിന്റെ ഒപ്പം ഇതായിട്ട് വരും. പിന്നെ അതിന്റെ ഒരു കോൾ ടു ആക്ഷൻ. ഇപ്പൊ സപ്പോസ് ഇത് കോൾ ടു ഇത് ഒരു അവയർനെസ് ക്യാമ്പയിൻ ആണ്. അപ്പൊ നമുക്ക് കോൾ ടു ആക്ഷൻ ഇപ്പൊ എന്ത് ചെയ്യാം,
ഏതാണ് അതിനൊക്കെ ഒരു മാച്ച് ആയിട്ടുള്ളത് എന്നുള്ള രൂപത്തിൽ കൊടുക്കാം. നമുക്ക് സെൻഡ് മെസ്സേജോ അല്ലെങ്കിൽ കോൾ ടു ആക്ഷൻ എന്ന് പറഞ്ഞാൽ അവർ ആ ഒരു പരസ്യം കണ്ടിട്ട് എന്ത് ഡിസിഷൻ എടുക്കണം അല്ലെങ്കിൽ എന്ത് ആക്ഷൻ എടുക്കണം എന്ന് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ എന്ത് ചെയ്യുക, അപ്ലൈ നവോ അല്ലെങ്കിൽ അതുപോലെ അല്ലെങ്കിൽ കോണ്ടാക്ടസോ അല്ലെങ്കിൽ ഈ രൂപത്തിലൊക്കെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. സെൻഡ് മെസ്സേജ് വേണമെങ്കിൽ കൊടുക്കാം. സെൻഡ് മെസ്സേജ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങോട്ടാണ് മെസ്സേജ് അയക്കേണ്ടത് എന്നുള്ള ഒരു ഓപ്ഷനൊക്കെ വരും. വെബ്സൈറ്റ് ലിങ്ക് ഉണ്ടാവും. അത് അതിനൊപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ മെസ്സേജിങ് ആപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സപ്പോസ് വാട്സപ്പ് എന്നുള്ള ഒരു സംഭവം വരും. ഇതിൽ ഒരു സെക്കൻഡ് ഈ ഒരു വാട്സപ്പ് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ നണ്ണ് സെലക്ട് ചെയ്യാം, ഒന്നും വേണ്ട എന്നുള്ള ഇതായിട്ട്. അപ്പോൾ ഇവിടെ വാട്സപ്പ് സെലക്ട് ചെയ്യണം. എന്ത് ചെയ്യും, ഈ ഒരു വാട്സപ്പ് എന്നുള്ള ഇത് സെലക്ട് ആയിട്ട് കിടക്കും. ഇനി ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്കൊരു പിന്നെ എന്ത് ചെയ്യാം, ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഇൻസ്റ്റന്റ് ഇത് വേണ്ട, വെബ്സൈറ്റ് URL ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു വെബ്സൈറ്റിന്റെ ലിങ്ക് ഇതായി കൊടുക്കുക. അതല്ലെങ്കിൽ നമ്മളെ ഒരു വാട്സപ്പിലേക്കുള്ള ലിങ്ക് കാര്യങ്ങൾ അങ്ങനെയും കൊടുക്കാൻ പറ്റും. ഡയറക്റ്റ് ഉള്ള ലിങ്ക് അല്ല, നമുക്ക് ഇതിൽ ഷോർട്ടൻ ആക്കിയിട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ. പിന്നെ ഇവിടെ ലാംഗ്വേജസ് എന്നൊരു ടാബ് കാണാം. അത് ഓഫാക്കി ഇതാണ് നല്ലത്. അല്ലാണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഒരു ഇംഗ്ലീഷിൽ കൊടുത്തു, ഇനിയിപ്പോൾ നമുക്കത് ഇതിലുള്ള കുറച്ച് സാധനങ്ങൾ എന്ത് ചെയ്യാം, ഫേസ്ബുക്ക് തന്നെ ഒരു ഓട്ടോമാറ്റിക് ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന രൂപത്തിലൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഡിഫോൾട്ട് ലാംഗ്വേജ് നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. വേറെ ഏതെങ്കിലും ലാംഗ്വേജിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷെ അതൊരു അത്ര ഒരു സുഖമുള്ള ഏർപ്പാടായിട്ട് തോന്നിയില്ല. കുറച്ചുകൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ ആയിരിക്കും. അപ്പൊ അത്ര ഒരു പെർഫെക്റ്റ് ആയിട്ട് അത് ഇതായില്ല. പക്ഷെ ഈ ഒരു സംഭവം തന്നെ നമുക്ക് ഒരു 95% അധികം കാര്യങ്ങൾ ഓക്കെയാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു എന്താ പറയാ, ഒരു വെബ്സൈറ്റിന്റെ ഒരു ലിങ്ക് കൊടുത്ത് ഒന്ന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് ഇവിടെ ഈ ഒരു സംഭവം ഒരു എറർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ കാണിക്കും. ഓക്കെ, അപ്പൊ അതൊരു എറർ ഇതായിട്ട് പോയി. ഇവിടെ ക്യാമ്പയിൻ സ്കോർ എന്നൊക്കെ ഇതായിട്ട് വരും. അത് ഫേസ്ബുക്ക് പറയുന്ന രൂപത്തിൽ കുറെ സംഭവം ചെയ്യാൻ വേണ്ടി. പക്ഷെ ഇതിലൂടെ ഈ ഒരു അഡ്വാൻറ്റേജ് പ്ലസ് ഓഡിയൻസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മിക്ക സംഭവത്തിലും അത് നല്ല രൂപത്തിൽ വർക്ക് ചെയ്യുന്നില്ല. അപ്പോ അതിലേക്ക് അത്ര പോകണ്ട എന്നുള്ളതാണ്. എയർ ഓറിയന്റഡ് ആയിട്ട് വർക്ക് ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എയും ഇതിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജിലാണ്. അപ്പോൾ ഈ ലാംഗ്വേജ് ഒക്കെ നമുക്ക് ഓഫ് ചെയ്തിടാം. എന്നിട്ട് എന്ത് ചെയ്യാം, ഇതിപ്പോ എല്ലാ സംഭവങ്ങളും പ്ലേസ് ചെയ്ത് ഇപ്പൊ നമ്മൾ ഓഡിയൻസിനെ സെലക്ട് ചെയ്തു, പിന്നെ എന്താ പറയാ, ബാക്കി കാര്യങ്ങളും എല്ലാ സംഭവങ്ങളും കൊടുത്തു, ഒക്കെ ഓക്കെ ആയി. എന്നിട്ട് എന്ത് ചെയ്യാം, ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ ഒരു ആഡ് സംഭവത്തിൽ ലാസ്റ്റ് വരുന്നതാണ് പബ്ലിഷ്. ഈ പബ്ലിഷ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ആഡ് എന്താവും, പബ്ലിഷ് ആവും. ഈ പബ്ലിഷിംഗ് പറഞ്ഞിട്ട് കാണിക്കും. പബ്ലിഷിംഗ് എന്ന് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ വെച്ചാൽ ഇപ്പോൾ ഈ രൂപത്തിലായിരിക്കും അത് വരിക. ഞാൻ ഇതിലിപ്പോൾ കാശില്ലാത്ത കാരണം പേയ്മെന്റ് എറർ ഇവിടെ കാണിക്കുന്നുണ്ടാവും. പക്ഷെ അത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. മാക്സിമം ഇതിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത് കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ എന്താണ്, പബ്ലിഷായി. കുറച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും വെച്ചാൽ റിവ്യൂ എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അത് വെച്ചാൽ ആ ഒരു
കൊടുത്ത ആഡ് നമ്മൾ അവര് റിവ്യൂ ചെയ്യും. ഇപ്പോൾ അതിലെന്തെങ്കിലും വേർഡ്സ്, ഇപ്പോൾ ഈ ഡ്രഗ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വേർഡ്സ് വരുന്നുണ്ടോ, പിന്നെ മണി ലോണ്ടറിങ് അല്ലെങ്കിൽ ഇപ്പോൾ കാശ് ഉണ്ടാക്കുക അല്ലെങ്കിൽ അങ്ങനെ ആ സംഭവങ്ങൾ. ഒരു ഒരു ദിവസം ഞാനിപ്പോൾ ഇത് കൊടുത്തപ്പോൾ, അതായത് ഞാൻ കാശ് എണ്ണുന്ന രൂപത്തിലൊരു വീഡിയോ ഇതാക്കിയിരുന്നു. അപ്പോൾ അത് പാടില്ല എന്ന് പറഞ്ഞിട്ട് റിജക്റ്റ് ആയി. ഇത്രയും ഇതാക്കിയിട്ടാണ് അവർ ചെയ്യുക. അപ്പോൾ അതുപോലുള്ള വേർഡ്സോ അല്ലെങ്കിൽ അതുപോലുള്ള സംഭവങ്ങളൊന്നും ഇതാക്കാതിരിക്കുക. പക്ഷെ ഇപ്പൊ നമ്മൾ ഇരുന്നിട്ട് സംസാരിക്കുമ്പോൾ ഒരു കാശ് ഇങ്ങനെ ബാക്കിൽ ഇപ്പോൾ വീഴുന്ന രൂപത്തിലേക്കാണ് പ്രശ്നമല്ല. നമ്മൾ കറക്റ്റ് ഒരു കാശ് എണ്ണീറ്റ് ശരിക്കുള്ള കറൻസി എണ്ണീറ്റ് എന്താണ് ആളുകളെ ഇല്ലാത്ത ഒരു ഇത് പറഞ്ഞിട്ട് വരുത്തുക എന്നുള്ളത് ആ ഒരു വീഡിയോ അവർ അനലൈസ് ചെയ്തിട്ട് എല്ലാം AI ഉപയോഗിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യാണ്, അത് റിജക്ട് ചെയ്യണം. അതുപോലെ പോസ്റ്റർ ആണെങ്കിൽ പിന്നെ സിമ്പിൾ ആണ്, പെട്ടെന്ന് റിജക്ട് ചെയ്യും. അതുപോലുള്ള പോസ്റ്റർ സംഭവങ്ങളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ കാശ് ഉണ്ടാക്കുക, തടി കുറക്കുക, പിന്നെ ഈ ഒരു അസുഖത്തിലുള്ള മരുന്നാണ്, അങ്ങനത്തെ ഒന്നും ക്ലെയിം ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതായത് അതെല്ലാം കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡിന് എതിരാണെന്ന ഒരു ഇത്. ഇപ്പോ ഒരു രോഗം മാറ്റാം എന്ന് നമുക്ക് ഒരിക്കലും ഉറപ്പുവരാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ആ രോഗം കുറക്കാം എന്നുള്ള ഇതാണ് പറയാ. അപ്പൊ അതുപോലുള്ള ഇത് പിന്നെ മരുന്ന് റിലേറ്റഡ് ആയിട്ട്, പിന്നെ ഡ്രഗ്സ്, ഇപ്പോ എന്താ പറയാ കഞ്ചാവ് അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങൾ റിലേറ്റഡ് ആയിട്ടുള്ള ആഡുകൾ, പിന്നെ അതുപോലെ കാശുണ്ടാക്കുക അല്ലെങ്കിൽ ലോണ് അല്ലെങ്കിൽ ആ രീതിയിലുള്ള സംഭവങ്ങൾ, ഇതൊക്കെ റിജക്റ്റ് ആവുന്ന കേസുകളാണ്. അപ്പൊ അതൊന്നും കൊടുക്കാതെ നോക്കുക. അത് ആ സംഭവങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിവ്യൂവിന് പോകുന്നത്. റിവ്യൂവിന് പോയി കഴിഞ്ഞാൽ അതൊരു അരമണിക്കൂർ 1 മണിക്കൂർ, ചിലപ്പം 24 മണിക്കൂറൊക്കെയാണ് അവർ പറയാം. പക്ഷേ മിക്ക ആടുകളും ഒരു അരമണിക്കൂർ കൊണ്ടൊക്കെ അത് ക്ലിയർ ആയിട്ട് വരും. പിന്നെ അത് എന്ത് ചെയ്യും, ഇവിടെ ആക്റ്റീവ് ആയിട്ട് കാണിക്കും. അത് റൺ ചെയ്യാൻ തുടങ്ങി അതിൻ്റെ ഒപ്പം നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. ഇവിടെ നോട്ടിഫിക്കേഷൻ വരും, നമുക്ക് മെയിൽ നോട്ടിഫിക്കേഷൻ വരും, പിന്നെ ഫേസ്ബുക്ക് പിന്നെ എന്താ പറയാ ആപ്പിൽ നോട്ടിഫിക്കേഷൻ വരും. അതുപോലെ പിന്നെ എന്താ പറയാ ഏതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അവിടെയൊക്കെ നോട്ടിഫിക്കേഷൻ വരും. അപ്പൊ അത് ആക്റ്റീവായിട്ട് കാണിക്കും. ആ ഒരു ആഡ് സ്റ്റാർട്ടഡ് ടു റൺ എന്നുള്ള രൂപത്തിലായിരിക്കും പിന്നെ ഉണ്ടാവുക. അപ്പൊ അത് റൺ ചെയ്ത് തുടങ്ങുമ്പോൾ എന്ത് ചെയ്യും, ഇവിടെ അതിന്റെ റിസൾട്ടുകൾ കാണിക്കുന്നതാണ്. ഇപ്പോൾ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ രൂപത്തിൽ ഇതിപ്പോ ഞാൻ മുന്നേ റൺ ചെയ്ത് സ്റ്റോപ്പ് ചെയ്തതും ഒഴിവാക്കിയതൊക്കെ ഉള്ള ആഡുകളാണ്. അപ്പോൾ ഇവിടെ അതിന്റെ റിസൾട്ടുകൾ കാണിക്കും, എത്ര ആളുകൾ പിന്നെ അതിൽ വന്നു, അല്ലെങ്കിൽ എത്ര ആളുകൾക്ക് അത് റീച്ചായി, എത്ര ആളുകൾ കണ്ടു എന്നുള്ള രൂപത്തിലുള്ള ഓരോ എസ്റ്റിമേഷൻ അല്ലെങ്കിൽ ഒരു ഇത് എന്നുള്ള രൂപത്തിലൊക്കെ ആയിട്ട്. അതിലിപ്പോൾ ഓരോരുത്തർക്കും ഓരോ ആളുകൾ കാണിക്കാൻ എത്ര രൂപ ചെലവായി, അല്ലെങ്കിൽ ഒരാൾക്ക് ഇതിപ്പോ മെസ്സേജിങ് ആഡുകൾ, അതായത് ആളുകൾ ഒരു ആഡ് കണ്ടിട്ട് ഇങ്ങോട്ട് മെസ്സേജ് ചെയ്യുന്ന രൂപത്തിൽ എൻഗേജ്മെന്റ് ആഡുകൾ എന്ന് പറയും. ഇത് നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. അപ്പോ അതിന്റെയൊക്കെ ഡീറ്റെയിൽ ഇവിടെ കാണിക്കും. ഓരോ ദിവസം ഇപ്പൊ ആ ഒരു എത്ര രൂപ സ്പെൻഡ് ആയി എന്നുള്ളത്, അത് ടോട്ടൽ എത്ര രൂപ സ്പെൻഡ് ആയി. ഇപ്പോൾ നമ്മളിപ്പോ ഒരു ദിവസം ബജറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത് എത്ര, 200 എന്തോ സംതിങ് ഇതായിട്ടായിരുന്നു. പിന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. 170, അതായത് 170 പ്ലസ് 18% GST രൂപത്തിൽ 200 എന്നുള്ള രൂപത്തിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എന്താണ് ഒരു ദിവസം ഒരു ദിവസമല്ല, മൊത്തം 483 രൂപ ചെലവായി രൂപത്തിൽ. കേട്ടോ, ഞാൻ ഈ 8 ജൂലൈനാണ് അത് കൊടുത്തത്. ഇപ്പോഴും ഓൺ ഗോയിങ് എന്നാണ് കാണിക്കുന്നത്. അതായത് ഞാൻ അതിലൊരു എൻഡ് ഡേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, അത് കാരണമാണ് ഓൺ ഗോയിങ് കാണിക്കുന്നത്. ഇതിപ്പോ ഇത് കാശില്ലാതെ പേയ്മെന്റ് എന്താണ് റൺ ചെയ്യുന്നത് സ്റ്റോപ്പ് ആയതാണ്. അപ്പോ ആ ഒരു സംഭവം ഇനിയപ്പോ ഇതിൽ കാശ് ഇട്ട് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് റണ്ണായി തുടങ്ങുകയും ചെയ്യും. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ അതാണ് മുന്നേ പറഞ്ഞത്, ഈ ഇവിടെ ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ ഇപ്പൊ ഇത് ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് റൺ ആവില്ല, ഇത് ഓണിലാണ് കിടക്കുന്നത്. അപ്പോൾ അങ്ങനെയും ചെയ്യാം. അപ്പൊ ഇവിടെ കണ്ടോ, ഈ 7 days ക്ലിക്ക് ഓർ ഡേ വ്യൂ എന്നുള്ള ഇത് വന്നിട്ടുണ്ട്. ഇത് എല്ലാത്തിലും ഈ രൂപത്തിലായിട്ടുണ്ടാവുക. കണ്ടോ, എല്ലാത്തിലും 7 days ക്ലിക്ക് ഓർ വ്യൂ എന്നുള്ളത്. കാരണം ഫേസ്ബുക്കിനെ സംബന്ധിച്ച് 7 ദിവസമാണ് ഒരു ആഡിന്റെ മിനിമം ചെയ്യേണ്ടതായിട്ടുള്ളത് എന്നാണ് അവർ പറയാം. എന്നാലും നമുക്ക് അതിന്റെ ഒരു ചെറിയൊരു ഐഡിയ കിട്ടുള്ളൂ എന്ന് പറയാം. 7 ദിവസം ഓടിച്ചു നോക്കിയാലാണ് അതിന്റെ ചെറിയൊരു ഐഡിയ കിട്ടുള്ളൂ എന്ന് പറയാം. പക്ഷെ എന്നാലും നമുക്കൊരു
മിക്ക ആഡുകൾ ഒരു 4-5 ദിവസം റൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. പിന്നെ ചില ആഡുകൾ ഇതുപോലെ 7 ദിവസമൊക്കെ നോക്കേണ്ടി വരും. കാരണം ഒരു ലേണിംഗ് പീരീഡ് എന്നുള്ള ഇപ്പൊ നമ്മളിപ്പോ ഇതിന് പറയുന്നൊരു ഇതുണ്ട്. ഒരു ആഡിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളൊരു, അല്ലെങ്കിൽ അവർക്ക് ഈ ഒരു ഓഡിയൻസിനെ കുറിച്ചും ഇതിനെ കുറിച്ചൊക്കെ പഠിക്കാനുള്ള ഒരു സമയമാണ് 7 ദിവസം എന്ന് പറയുന്നത്. എന്നിട്ട് ആ ഒരു 7 ദിവസത്തിൽ എത്രത്തോളം ആളുകൾ വരുന്നു, അല്ലെങ്കിൽ ഏതൊക്കെ രൂപത്തിലുള്ള ആളുകൾ വരുന്നു, പിന്നെ അതിനോട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആളുകളിലേക്കാണ് പിന്നെ ഒരു ആഡ് പോകുന്നുണ്ടാവുക. അപ്പോൾ ഓരോ ദിവസത്തെയും പിന്നെ അല്ലെങ്കിൽ ഓരോ ക്യാമ്പയിൻ്റെ ഒക്കെ സംഭവങ്ങളാണ് ഇവിടെ കാണുന്നത്. അതിന്റെ റിസൾട്ടും അതിന്റെ എത്ര രൂപ ഓരോ ആളുകൾക്ക് ഇപ്പോൾ പിന്നെ കോസ്റ്റ് വന്നു എന്നുള്ളത് കുറേ കാര്യങ്ങൾ ഇതിൽ വരും. ഇപ്പോൾ ഇംപ്രഷൻസ്, അതായത് മൊത്തം ആളുകളെ അല്ലെങ്കിൽ മൊത്തം കാണിച്ചത്, അതിലിപ്പോ എന്താണ് ഇവിടെ 2696 എത്തി. പക്ഷെ ഇംപ്രഷൻസിലേക്ക് വരുമ്പോൾ 3090 ഇതായി. അതായത് പല ആളുകളെയും ഒന്നിലധികം തവണ കണ്ടിട്ടുണ്ട് എന്നുള്ള രൂപത്തിൽ. പിന്നെ കോസ്റ്റ് പെർ 1000 ഇംപ്രഷൻ, അതായത് 1000 തവണ കാണാൻ, അല്ലെങ്കിൽ 1000 ആളുകളല്ല, 1000 തവണ കാണാൻ എത്ര രൂപ ചെലവായി, 121 രൂപ ചെലവായി എന്നുള്ള രൂപത്തിൽ. എത്ര ആൾ അതിൽ ക്ലിക്ക് ചെയ്തു, 31 ആൾ ക്ലിക്ക് ചെയ്തു, ഇങ്ങനെയൊക്കെ ആയിട്ടില്ല. പിന്നെ അതിന്റെ ഒരു ക്ലിക്ക് ത്രൂ റേറ്റ് ഉണ്ട്, CTR എന്ന് പറയും. അതായത് നമ്മൾ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഇമേജ് എന്താണോ അതിന്റെ ഒരു ഇതാണ് നോക്കുന്നത്. ഇപ്പോൾ 0.78% ആണ്. പക്ഷെ അത് വളരെ കുറവാണ്. ആവറേജ് ഒരു ശതമാനത്തിന്റെയെങ്കിലും അല്ലെങ്കിൽ അതിന്റെ മുകളിലൊക്കെ വന്നാലാണ് നല്ലൊരു ക്രിയേറ്റീവ്, അതായത് നമ്മൾ കൊടുത്ത ഒരു വീഡിയോ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതും കൂടി ഈ ഒരു CTR ഭയങ്കര ഒരു സംഭവമാണ്. ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു ആഡ് കൊടുത്തിട്ടുണ്ടോ, 5.27 ആണ് അതിന്റെ CTR വന്നിരുന്നത്. അതായത് നമ്മുടെ ഒരു ഡേറ്റ്സിന്റെ ഒരു ഈത്തപ്പഴത്തിന്റെ ഒരു ഷോപ്പ് ഇതുണ്ട്, ഒരു ബിസിനസിന്റെ ഒരു റിലേറ്റഡ് ആയിട്ട്. അപ്പൊ അതില് നമ്മള് ആ റമദാൻ സമയത്ത് ഒരു ആഡ് ചെയ്തിരുന്നു. അത് ക്ലിക്കോട് മെസ്സേജ് ആയിരുന്നു. അപ്പൊ അത്രയും ആളുകൾക്ക് താല്പര്യമുള്ളൊരു പ്രൊഡക്റ്റ് ആയി ഇതായിട്ടായിരുന്നു ഉണ്ടാകും. പിന്നെ അതേപോലെ 3.9, 3.64 ഇതൊക്കെ നല്ല രൂപത്തിലുള്ള വീഡിയോസും കാര്യങ്ങളും ഇതൊക്കെ ആയിരുന്നു. അപ്പൊ അങ്ങനെ ഇതിന്റെ CTR കൂടി നോക്കി ഇതാക്കുക. പിന്നെ നമുക്ക് CPC അത് ഇതായിട്ട് കുറെ സംഭവങ്ങൾ ഇതിൽ വരുന്നുണ്ട്. പിന്നെ അതുപോലെ ഇപ്പൊ നമുക്ക് എത്ര ആളുകൾ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട്, അല്ലെങ്കിൽ ആരൊക്കെയെന്നല്ല, എത്ര ആളുകൾ കാണുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളും നമുക്ക് ഇവിടെ കൊടുക്കാനൊക്കെ ആയിട്ട് പറ്റും. സോറി, എഡിറ്റ് അല്ല, ഇവിടെ കോളം കുറച്ച് ലോങ് ആയിട്ട് പോയി. ഞാൻ ഒന്നിച്ച് ഇത് ഒരു കണ്ടിന്യൂഷനോട് കൂടിയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഇത്. അതായത് ഇതിൽ ഡേ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ ഓരോ ദിവസവും എത്ര, അത് ഈ ഒരു ക്യാമ്പയിന് ഓരോ ദിവസവും എത്രത്തോളം ആളുകൾ ക്ലിക്ക് ചെയ്തു, എത്രത്തോളം കോസ്റ്റ് പെർ ഇത് വന്നു, അതുപോലെ എത്രത്തോളം CTR വന്നു എന്നുള്ള രൂപത്തിലൊക്കെ ആയിട്ട്, ഓരോ ദിവസവും എത്രത്തോളം സ്പെൻഡ് ആയി എന്നുള്ള ഇതൊക്കെ ആയിട്ട്. ഇപ്പോ ഇവിടെ ഇത് ഈ ഒരു സംഭവത്തിന്റെ ഇത് എടുത്തു കഴിഞ്ഞാല് എമൗണ്ട് സ്പെൻഡ് എടുത്ത് കഴിയുമ്പോൾ മൊത്തം ഈ ഒരു ക്യാമ്പയിന് 483 രൂപ. അതില് എന്താണ് 8-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്തത്. 8-ാം തീയതി 195 രൂപ, 9-ാം തീയതി 162 രൂപ, 10-ാം തീയതി 124 രൂപ, 11-ാം തീയതി 37 പൈസ. അതായത് 11-ാം തീയതി പിന്നെ ഓടി ഇതായിട്ടില്ല, അപ്പോൾ തന്നെ കാശ് കഴിഞ്ഞ് വീട്ടിൽ കട്ടായിട്ട് ഇതായിരിക്കും. അപ്പോൾ പല ദിവസങ്ങളിലും ഈ രൂപത്തിലാണ് അത് റൺ ആയിട്ടുള്ള സംഭവം. പിന്നെ ഓരോ ക്യാമ്പയിൻ്റെയും നമുക്കിവിടെ കാണാൻ പറ്റും. ഈ സംഭവം കൂടി നോക്കുക. അപ്പൊ ഇത് കണ്ടോ, ഒരു 146, 112, പിന്നെ 119, 155, പിന്നെ 175, അങ്ങനെ പല ഇതിലേക്കും കൂടിയിട്ടും കുറഞ്ഞിട്ടും എല്ലാം ഇതായിട്ട് നിൽക്കും. ഒരു ഫിക്സഡ് നമ്മൾ 200 രൂപ എന്നുള്ള, അല്ലെങ്കിൽ ഡെയിലി ബഡ്ജറ്റ് ഇത്ര കൊടുത്താലും അത്
കറക്റ്റ് 200 അല്ല മിക്ക ഇതിലും ഉണ്ടാവുക. അപ്പോ ഇങ്ങനെയാണ് ഈ ഒരു ആഡിന്റെ കാര്യങ്ങൾ വരുന്നത്. ഇത് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുക. മൊബൈലിൽ ഇതിന്റെ കാര്യങ്ങളൊന്നും ചെയ്യാനുള്ള സംഭവമല്ല. ഡീറ്റെയിൽ ആയിട്ട് സംഭവങ്ങൾ ചെയ്യാനും കഴിയില്ല. അപ്പോൾ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാം. എന്നാലാണ് ഇത് ഫുള്ളായിട്ട് നമുക്ക് കാണാനും അറിയാനും പറ്റുള്ളൂ. പഠിക്കാനും ശരിക്ക് ഇതാവുള്ളൂ. പിന്നെ ഇതില് മെയിൻ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഈ CTR നോക്കുക. പിന്നെ ഇപ്പോൾ നമുക്ക് ഓരോ ചെലവായ ഓരോ ദിവസത്തെ ഇതെടുത്ത് നോക്കാം. അത് പ്ലസ് എത്ര ലീഡ് വന്നു, അല്ലെങ്കിൽ ലീഡിന്റെ ഇത് ഞാൻ നാളെ പറയാം. ഇപ്പോ ഈ ഒരു അവയർനെസ് ഇതായിട്ട് അപ്പോൾ ഇത് ഇംപ്രഷൻ വരുന്നുണ്ടല്ലോ, എത്ര ആൾ കാണുന്നുണ്ട്. അപ്പൊ അത് ഡിവൈഡ് ബൈ ഇത് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ എത്ര ആവറേജ് എക്സ്പെൻസ് വരുന്നുണ്ട് എന്നുള്ളൊരു കാര്യം അറിയാൻ പറ്റും. അപ്പൊ ഈ അവയർനെസ്സിൽ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഇതില് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, ഇത് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞാൽ ഒന്നും അധികം മനസ്സിലാവുന്നില്ല. ചെയ്ത് ഇതാവുക. ഒരു 10 ഒരു ടെസ്റ്റ് എന്നുള്ള രൂപത്തിൽ ചെയ്ത് നോക്കുക. കുറച്ച് 500 1000 രൂപ എന്നുള്ള രൂപത്തിൽ സ്പെൻഡ് ചെയ്യാം. ഒരു ഈ ഇമേജോ ഒരു പോസ്റ്ററോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ഏതാണോ ഒരു ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഒരു കുറച്ച് പ്രൊഡക്റ്റിന്റെ വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ ഇതായിട്ടോ കൊടുത്തു നോക്കുക. മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, ചെയ്തു നോക്കൂ. നിങ്ങള് നാളെ തന്നെ ചെയ്തു നോക്കൂ. നോക്കാം. എന്തെങ്കിലും ഇതിൽ ചോദിക്കാറുണ്ടോ? ഇവിടെ ഈ ഒരു ഇപ്പോ കണ്ടതിൽ അധികം മിക്കതും മനസ്സിലായിട്ട് ഇതാവും, കുറച്ച് ഇതുണ്ടാവാം. എന്നാലും എന്തെങ്കിലും ഇതില് ഡൗട്ടുകൾ വരുന്ന ഇതുണ്ടോ ഈ ഒരു സംഭവത്തില്? ഒന്നും കാണുന്നില്ല. ഇപ്പൊ ഞാൻ ഡൗട്ടിലുണ്ടായതെല്ലാം ക്ലിയർ ആയിട്ടുണ്ടായില്ല. ഒന്ന് ലൊക്കേഷൻ ഡൗട്ട് ഉണ്ടായിരുന്നത്, അതിപ്പോ ഓൾറെഡി നിങ്ങൾ ക്ലിയർ ചെയ്തു. ലൊക്കേഷൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞല്ലോ. അതൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ഇനിയിപ്പോ ചെയ്ത് നോക്കുമ്പോഴാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കണം. ഈ ചെറിയ ലൊക്കേഷൻ ബേസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു അത്ര പെർഫോമൻസ് കിട്ടലില്ല. അപ്പൊ ഞാനിപ്പോ നേരത്തെ ഒരു 4 ഇത് കൊടുത്തില്ലേ, മറ്റേ പോസ്റ്റ് ഓഫീസ്, മറ്റേ പോസ്റ്റൽ കോഡ് വെച്ചിട്ട് കൊടുത്തല്ലോ. അങ്ങനത്തെ ഇത് കൊടുത്തു കഴിഞ്ഞാല് അത്ര ഒരു പെർഫോമൻസ് കിട്ടലില്ല അതിന്. കാരണം ചെറിയൊരു ഏരിയയിൽ ആഡ് പോവുക എന്നുള്ള രൂപത്തില് ആളുകളെ തപ്പിപ്പിടിച്ചുണ്ടാക്കണം എന്നുള്ള ഒരു ഇതായിട്ട്. പക്ഷെ ഒരു 5 കിലോമീറ്റർ 10 കിലോമീറ്റർ അങ്ങനെ കൊടുക്കുമ്പോൾ പിന്നെയും കുറച്ചൊക്കെ ഒരു ഇത് കിട്ടലുണ്ട്. അപ്പോ കുറച്ച് വൈഡ് ആയിട്ടൊക്കെ കൊടുത്തു നോക്കാം. പിന്നെ നിങ്ങളുടെ പ്രൊഡക്റ്റ് പിന്നെ എവിടെയും ഇതാവുന്നതാണല്ലോ. ചെറിയൊരു ഏരിയ മാത്രമല്ലല്ലോ നിങ്ങൾക്ക് ഉണ്ടാവുക. ഓക്കെ. അപ്പോ വേറെ എന്തെങ്കിലും ഇതുണ്ടോ, ഡൗട്ട് ഉണ്ടോ? ഇല്ല, പ്രത്യേകിച്ച് ഇല്ല. ഓക്കെ. ഇതില് ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യാം. ആഡ് മാനേജർ എന്നുള്ളൊരു ഈ സൈഡിൽ ഇതുണ്ടാവും. അത് ഓപ്പൺ ഇതാക്കിയിട്ട് വരിക. ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ ഇതിലുണ്ടാവും. സെറ്റ് ചെയ്യുക കാര്യങ്ങളൊക്കെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയൂ, നാളെ നമുക്ക് ക്ലിയർ ചെയ്യാം. ഓക്കെ. അപ്പൊ ഒന്ന് വൈൻഡപ്പ് ചെയ്താലോ? ഓക്കെ. ശരി. അപ്പോ താങ്ക് യു. വെൽക്കം. ഓക്കെ.